റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിലൂടെ സ്നേഹപൂർവം അവനിൽ വിശ്വസിച്ച അടിയാറുകളെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വ ആമിനു ബി റസൂലിഹി, അവൻ്റെ ദൂതനിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വാസമർപ്പിക്കുകയും ചെയ്യുക. ഇങ്ങനെ പടച്ചവനെയും പ്രവാചകനെയും മുൻനിർത്തിയുള്ള ജീവിതത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മത്തിഹി, അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടോഹരി, കിഫ്ലത്തൈൻ, അവൻ നിങ്ങൾക്ക് നൽകും. വയജ്അൽ ലക്കും നൂറൻ, അവൻ്റെ റഹ്മത്തിൽ നിന്നുള്ള ഇരട്ടി ഓഹരി മാത്രമല്ല, നിങ്ങൾക്കവൻ ഒരു നൂറ് നൽകും, ഒരു പ്രകാശം നൽകും. തംശൂന ബിഹി, ആ വെളിച്ചത്തിൽ നിങ്ങൾക്ക് നടക്കാം. അവ്യക്തതകളും സംശയങ്ങളും സന്ദേഹങ്ങളും ബഹളങ്ങളും നിറഞ്ഞ ലോകത്ത് ഈ കോലാഹലങ്ങൾക്കിടയിൽ ഏതാണ് ശരിയായ വഴി, ഏതാണ് ഉയർത്തിപ്പിടിക്കേണ്ട നിലപാട് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നൊരു വെളിച്ചം പ്രദാനം ചെയ്യും. നൂറൻ തംശൂന ബിഹി, മാത്രമല്ല വയഗ്ഫിർ ലക്കും, ജീവിതത്തിൽ ഈ സൂക്ഷ്മത ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം മനുഷ്യസഹജമായി സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ റബ്ബ് അത് നിങ്ങൾക്ക് വിട്ടുതരും. വല്ലാഹു ഗഫൂർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, ദയാവായ്പുള്ളവനാണ്. എന്തിനാണ് നിങ്ങൾക്കിങ്ങനെ അനുഗ്രഹങ്ങൾ അവൻ ചൊരിഞ്ഞു തരുന്നത്? ലിഅല്ലാ യഅലമ അഹ്ലൽ കിതാബ്, ലിഅല്ലാ യഅലമ അഹ്ലുൽ കിതാബി അല്ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിൻ ഫളിലില്ലാ, അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ അവർക്കൊരു നിയന്ത്രണവുമില്ല, അവർക്കൊരധികാരവുമില്ല എന്നവർ മനസ്സിലാക്കണം. വ അന്നൽ ഫളില ബിയദില്ലാ, തീർച്ചയായും അല്ലാഹുവിൻ്റെ ഔദാര്യം, അവൻ്റെ അനുഗ്രഹം എന്നത് ബിയദില്ല, അവൻ്റെ കയ്യിൽ തന്നെയാണ്, അവൻ്റെ ഹസ്തത്തിലാകുന്നു. യുഅ്തീഹി മൻ യശാ, ആ അനുഗ്രഹങ്ങൾ അവൻ ഉദ്ദേശിച്ചവർക്കാണ് അവൻ നൽകുക. അത് ഇന്നോടത്തേക്ക് പോരട്ടെ എന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു നിയന്ത്രണാധികാരവും അവർക്കില്ലെന്ന് അവരറിയണം. വല്ലാഹു ദുൽ ഫളിൽ അലീം, അല്ലാഹു മഹത്തായ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥനാകുന്നു. പ്രിയമുള്ളവരെ, മുഅ്മിനുകളുടെ അപൂർവമായ സൗഭാഗ്യങ്ങളെ സംബന്ധിച്ചും അവർക്ക് അവൻ നൽകുന്ന ആ അനുഗ്രഹങ്ങളെ തട്ടിയെടുക്കാൻ ഒരാൾക്കും സാധ്യമല്ലെന്നും റഹ്മാനായ റബ്ബ് നമ്മെ അറിയിക്കുന്ന ഭാഗമാണിത്. സത്യചരന്മാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആവേശഭരിതരാക്കുന്ന വചനങ്ങളാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ മുഅ്മിൻ? പടച്ചവന്റെ അപരിമേയമായ അപൂർവമായ ഈ അനുഗ്രഹ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന മുഅ്മിൻ ആരാണ്? അല്ലാഹുവിന്റെ വഴിയിൽ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ, പോരാടിക്കൊണ്ടിരിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവനാണ് മുഅ്മിൻ. നിശ്ചലനായ ഒരു മുഅ്മിനില്ല. ഇത് നമ്മൾ വളരെ അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ട ഒരു വലിയ ഖുർആനിക സത്യമാണ്. നിശ്ചലനായ ഒരു മുഅ്മിനില്ല, നിർവികാരനായ ഒരു മുഅ്മിനില്ല. ഈമാൻ എന്ന് പറയുന്നത് പ്രയോഗക്ഷമമാണ്. ഈമാൻ കർമ്മോത്സുകമാണ്. ഈമാൻ ചലനാത്മകമാണ്. ഉള്ളിൽ ഈമാനിന്റെ വെളിച്ചമുണ്ടാകുമ്പോൾ അടങ്ങി ഒതുങ്ങി നിസ്സംഗനായി, നിശ്ചലനായി, നിർവികാരനായി, നിസ്സംഗനായി ഒരിടത്തിരിക്കുവാൻ, നിഷ്ക്രിയനായിരിക്കുവാൻ സാധ്യമല്ല. അവനാണ് മുഅ്മിൻ. പരിശുദ്ധ ഖുർആൻ ഒരുപിടി വചനങ്ങളിലൂടെ വളരെ കൃത്യമായി
ഈ മുഅ്മിനിന്റെ ചിത്രം നമ്മുടെ മുമ്പാകെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈമാൻ എന്നതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം തന്നെ തസ്ദീഖും ബിൽ അമൽ എന്നാണ്. കർമ്മങ്ങളാൽ ആവിഷ്കരിക്കാൻ സാധ്യമാകുന്നതാണ് ഈമാൻ. ഈമാൻ എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കേണ്ട കാര്യമാണ്. അത് കേവലം ആന്തരികമായ ഒരു വിശ്വാസം മാത്രമല്ല. ഈമാൻ എന്ന് പറയുന്നത് തസ്ദീഖും ബിൽ അമലാണെങ്കിൽ ആ ഈമാൻ ഉണ്ടായിരിക്കെ വിശ്വാസത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ പ്രവർത്തനത്തിന്റെയും പോരാട്ടത്തിന്റെയും വഴികളിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, ആരൊക്കെ മുഅ്മിൻ എന്ന് വിളിച്ചാലും പരിശുദ്ധ ഖുർആനിന്റെ പദകോശപ്രകാരം മുഅ്മിൻ എന്നവനെ വിളിക്കാൻ പാടില്ല. സൂറത്ത് നൂറിൽ അത് കറതീർത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. ഈമാനിനെ കർമ്മലോകത്തിലൂടെ, പോരാട്ടങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ സാക്ഷാത്കരിക്കാത്തവർ, വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനുകളെ അല്ല എന്ന് ഖുർആൻ പറഞ്ഞു. തങ്ങൾ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുകയും എന്നിട്ട് പ്രവർത്തനവും പോരാട്ടവും ഒഴിവാക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യ ചിഹ്നത്തിനകത്താണ് ഖുർആൻ അവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത്ഭുതത്തോടുകൂടി എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരിടത്ത് ചോദിക്കുന്നു, അംഫീ ഖുലൂബിഹിം മറളുൻ, എന്താണ് ഇവർ പറയുന്നത്? ഞങ്ങൾ മുഅ്മിനുകളാണെന്ന് പറയുന്നു. ആ ഈമാനെ സാക്ഷാത്കരിക്കേണ്ട ഒരു കർമ്മരംഗം വരുമ്പോൾ, ഒരു പോരാട്ടത്തിന്റെ രംഗം വരുമ്പോൾ അവരതിൽ നിന്ന് മാറിക്കളയുന്നു. അംഫീ ഖുലൂബിഹിം മറളുൻ, അഫീ ഖുലൂബിഹിം മറളുൻ, അവർക്ക് വട്ടാണോ? ഖുർആന്റെ ചോദ്യമാണ്. അവർക്ക് മനോരോഗമാണോ? എന്താണ് അവർ പറയുന്നത്? അമിർതാബു, അതോ സന്ദേഹമോ, സംശയമാണോ? അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അതോ പടച്ചവനും പ്രവാചകനും അവരോട് അക്രമം പ്രവർത്തിച്ചു കളയും എന്ന് പേടിയാണോ? എന്താണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിശ്ചലമായ ഒരു ഈമാനില്ല, കർമ്മോത്സുകമായ ഈമാനേയുള്ളൂ. അള്ളാഹുവിന്റെ വഴിയിൽ ഒന്നും ചെയ്യാതിരിക്കുകയും ഇബാദത്ത്, തസ്ബീഹ്, തഹ്ലീലുകളിലൂടെ സ്വർഗത്തിലെത്താമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാടിനെ പരിശുദ്ധ ഖുർആൻ പിന്തുണക്കുന്നില്ല. ഇത് വളരെ ഗൗരവത്തിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമാജം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വഴിയിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ വഴിയിൽ പരീക്ഷിക്കപ്പെടും എന്ന് വിശ്വസിക്കാതിരിക്കലാണ് യഥാർത്ഥത്തിൽ അത്ഭുതകരമായ കാര്യം. പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് വിചാരിച്ചാൽ അതിലാണ് അത്ഭുതം. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വഴിയിൽ പരീക്ഷിക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ഖുർആന്റെ അത്ഭുതം. നമ്മൾ തിരിച്ചാണ് അത്ഭുതപ്പെടുന്നത്. മുഅ്മിനീങ്ങളായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്നാണ്. എന്നിട്ടും വെടിവെപ്പുണ്ടാകുന്നുണ്ടല്ലോ, എന്നിട്ടും മരിച്ചു പോകുന്നുണ്ടല്ലോ, പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. മുഅ്മിനായിട്ട് പ്രയാസങ്ങൾ ഉണ്ടായില്ലെങ്കിലാണ് അത്ഭുതം എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഒരുപിടി സ്ഥലങ്ങളിൽ ഈ അത്ഭുതം ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 29-ാം അധ്യായം അൽ-അൻകബൂത്ത് ആരംഭിക്കുന്നത് തന്നെ ഈ അത്ഭുതത്തോടു കൂടിയാണ്. അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അലിഫ് ലാം മീം അഹസിബന്നാസ്, ജനങ്ങൾ കരുതുകയാണോ, അൻ യുത്റകു അൻ യഖൂലു ആമന്നാ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറയുമ്പോഴേക്ക് അവർ വിട്ടയക്കപ്പെടും എന്നവർ വിചാരിച്ചു പോവുകയാണോ? വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ പ്രതിസന്ധികളുടെ തീച്ചൂളകളിലൂടെ അവരുടെ ജീവിതത്തെ കടത്തിവിടാതെ അവരുടെ അവകാശവാദം വരുമ്പോഴേക്ക് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു കളയും എന്നവർ വ്യാമോഹിക്കുകയാണോ? എന്നാൽ അറിയണം, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികളെ, അവരുടെ മുൻഗാമികളെയൊക്കെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും കടുത്ത പ്രതിസന്ധികളിലൂടെ അവരെ കടത്തിവിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? ഈ പറഞ്ഞ അവകാശവാദത്തിൽ സ്വാദിഖീങ്ങൾ ആരാണ്, കാദിബീങ്ങൾ ആരാണ് എന്ന് അള്ളാഹുവിനറിയണം. കള്ളത്തരമുള്ളവൻ ആരാണ്, ഈ മുഅ്മിനാണ് എന്ന് പറഞ്ഞതിൽ സത്യസന്ധത പുലർത്തിയവൻ ആരാണ് എന്ന് അള്ളാഹുവിനറിയാൻ വേണ്ടിയാണ് ഈ അത്ഭുതം ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ
വിശദീകരിക്കുന്നില്ലേ, അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന. ആയത്തിൽ പറയും, മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു പ്രവാചകൻ കൂടെ ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകനും കൂടെയുള്ള മുഅ്മിനീങ്ങളുടെ സംഘവും എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായമുണ്ടാവുക എന്ന് നിലവിളിക്കുവോളം അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. വസുൽസിലു, സിൽസാൽ, പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടിട്ടുണ്ടവർ. അത്രമേൽ വലിയ പരീക്ഷണങ്ങൾ അമ്പിയാക്കന്മാരോടൊപ്പം മുഅ്മിനുകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും തിരിച്ചറിയാതെ എളുപ്പത്തിൽ, വേഗത്തിൽ, ഈസിയായി സ്വർഗത്തിലേക്ക് കടന്നു കളയാം എന്ന് വിചാരിക്കുകയാണോ? സ്വർഗം അത്ര വില കുറഞ്ഞതല്ലല്ലോ. ഇത് സ്വർഗത്തിന്റെ വഴിയാണ്. ഈ വഴിയുടെ പ്രത്യേകതകളും പ്രകൃതവും പ്രവാചകൻ ആദ്യ നാളുകളിൽ തന്നെ പ്രവർത്തകന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും ഒരുപാട് പരത്തി പറഞ്ഞു പോകേണ്ട കാര്യമില്ല, നമുക്കറിയാം. ആദ്യകാലങ്ങളിൽ തന്നെ സഹാബത്തിനോട് പ്രവാചകൻ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതൊക്കെയാണ് ഈ വഴിയുടെ പ്രത്യേകത. ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെങ്കിൽ ഈ വഴിയിൽ കുറുക്കു വഴികളില്ല. ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ വഴി മാത്രമേയുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മുന്നറിവുകൾ നൽകിയ ആ പ്രമാണത്തെ സാക്ഷാത്കരിക്കുകയായിരുന്നു സഹാബത്തിന്റെ ജീവിതം. ആ പ്രമാണത്തെ, ഖുർആനിക പ്രമാണത്തെ സാക്ഷാത്കരിക്കുകയായിരുന്നു സഹാബത്തിനെ പിന്തുടർന്നു വന്ന താബിഴുകളുടെ ജീവിതം. ആ താബിഴുകളെ പിന്തുടർന്നു വന്ന പിൽക്കാല താബിഴുകളുടെ ജീവിതം, മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ജീവിതം, മഹാന്മാരായ മുജദ്ദിദുകളുടെ ജീവിതം, അള്ളാഹുവിന്റെ വഴിയിൽ പോരാട്ടത്തിനിറങ്ങിത്തിരിച്ച് എല്ലാ സത്യവിശ്വാസികളുടെ ജീവിതവും ഈ ഖുർആനിക പ്രമാണത്തിന്റെ സാക്ഷ്യമായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഖുർആൻ പറയുന്നു, ഈ വഴിക്കൊരു പ്രത്യേകതയുണ്ട്, ഈ വഴിയിൽ നഷ്ടമില്ല എന്നതാണ്. ഈ വഴിയിൽ തോൽവിയില്ല എന്ന യാഥാർത്ഥ്യമാണ്. ഇതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ കച്ചവടത്തോട് ഉപമിച്ചു പോലും ഈ കാര്യം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ വേഗം ആളുകളെ ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗത്തിലെ ജീവിതത്തെ വ്യാപാരത്തോട് ഉപമിച്ചു. തിജാറത്തുൻ തുൻജീക്കും മിൻ അദാബിൻ അലീം, നോവുന്ന നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്ന കച്ചവടം. ഈ വഴി രക്ഷിക്കുന്ന വഴിയാണ്. ഇതിൽ ലോസില്ല, പ്രോഫിറ്റ് മാത്രമേയുള്ളൂ. ഇതാണ് ഈ വഴിയുടെ സവിശേഷത. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു, വമൻ യുഖാതിൽ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ പൊരുതുന്നവൻ, ഫയുഖ്തൽ, ആ വഴിയിൽ അവൻ വധിക്കപ്പെടുന്നു, ഔ യഗ്ലിബ്, അല്ലെങ്കിൽ ആ വഴിയിൽ ഭൗതികമായി തന്നെ വിജയിക്കുന്നു, രണ്ടായാലും ഫസൗഫ നുഅ്തീഹി അജ്റൻ അലീമ, അല്ലാഹു ഉദാത്തമായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കും. ഒന്നുകിൽ ഭൗതികാർത്ഥത്തിലുള്ള ജയം തന്നെ നൽകും, അതല്ലെങ്കിൽ ഷഹാദത്തിന്റെ മഹാഭാഗ്യം നൽകും. പ്രിയമുള്ളവരെ, ഈ ഖുർആനിക പ്രമാണത്തിന്റെ സാക്ഷ്യമാണ് ചരിത്രത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഈ തിരിച്ചറിവിന്റെ ബോധ്യത്തിലേക്ക് എത്തിയ ഒരു സംഘത്തെ, ഒരു സമൂഹത്തെ ഭീഷണികൾ കൊണ്ടും പീഡനങ്ങൾ കൊണ്ടും തോൽപ്പിക്കുവാൻ ഒരു ഭൗതിക സന്നാഹത്തിനും സാധ്യമല്ല. അതുകൊണ്ടാണ് ഖുർആൻ ആ സാഹിറുകളുടെ കഥ പറഞ്ഞത്. സാക്ഷാൽ ഫിർഔനാണ് മുമ്പിൽ. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയുടെ തലതൊട്ടപ്പനാണ്. ആ ഫിർഔന്റെ ഗവൺമെന്റ് മിഷനറി അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഫിർഔൻ. ഫലനുഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ് വലഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖ. നിങ്ങളിപ്പോൾ ആവേശത്തോടുകൂടി പോകുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ ഓരോരുത്തരുടെയും കൈകാലുകൾ പരസ്പര വിരുദ്ധമായി ഛേദിച്ചു കളയും. എന്നിട്ട് ഈത്തപ്പന കുരിശിൽ തറച്ച് നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. വലതഅലമുന്ന അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖ. ഏറ്റവും ഭീകരമായി മനുഷ്യരെ ശിക്ഷിക്കുവാൻ, തുടർച്ചയായി ശിക്ഷിക്കുവാൻ കഴിവുള്ളവൻ ആരാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. ഞാനതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്രാട്ടായിരുന്ന ഫിർഔൻ ആ ഭരണകൂട ഭീകരതയുടെ ഭീഷണി മുഴക്കുമ്പോൾ ദുർബലരായ ഏതാനും പേർ മാത്രം വരുന്ന ഈ സാഹിറുകളുടെ ഒരു ഉത്തരമുണ്ട്. അത് ചരിത്രം കേട്ട ഏറ്റവും രോമാഞ്ചജനകമായ ഉത്തരമായിരുന്നു. ലൻ നൂസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്തി വല്ലദീ ഫതറനാ.
ലന്നുസിറക്കാം. ചിലപ്പോൾ കുട്ടികൾ പറയുമല്ലോ, പോടാന്ന് പറയും. ലന്നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, ഞങ്ങൾക്ക് തെളിഞ്ഞു കിട്ടിയ യാഥാർത്ഥ്യം, ഈ സത്യത്തിന്റെ സുവിശേഷം. വല്ലദീ ഫതറന, ഞങ്ങളുടെ ഉടയ തമ്പുരാൻ, പടച്ച തമ്പുരാൻ, അവന്റെ മുമ്പിൽ നിന്നെ പരിഗണിക്കാണോ. ലന്നുസിറക, നിനക്ക് മുൻഗണന നൽകുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഫഖ്ലിമാ അൻത ഖാലിൻ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, നീ വിധിച്ചോളൂ. പക്ഷേ നിന്റെ വിധി അത് കാലും കയ്യും മുറിക്കലാണെങ്കിലും, ഭീഷണിപ്പെടുത്തലാണെങ്കിലും, വെടിയുണ്ടയാണെങ്കിലും, കാരാഗ്രഹവാസമാണെങ്കിലും, ഫഖ്ലിമാ അൻത ഖാൽ, നീ വിധിച്ചുകൊള്ളൂ. പക്ഷേ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിന്റെ ബോർഡർ വരെയല്ലേ നിന്റെ വിധി നിലനിൽക്കൂ. ഈ ദുനിയാവിന്റെ അതിർത്തിക്കപ്പുറം വെടിയുതിർക്കാൻ നിനക്ക് സാധ്യമല്ലല്ലോ, കൊല്ലാൻ നിനക്ക് കഴിയില്ലല്ലോ. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട വിശ്വാസിയുടെ മനസ്സാണ് അവിടെ വെടിയുണ്ടയേറ്റ് മരിച്ചാലും, ജയിലിൽ കിടന്ന് മരിച്ചാലും, ചതിയിൽ വാഹനാപകടത്തിൽപ്പെടുത്തി കൊന്നാലും, നിരോധിച്ചാലും, എന്തെല്ലാം ചെയ്താലും ഇതൊന്നും ലന്നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് മൂസാ അലൈഹിസ്സലാമും സാഹിറുകളും സത്യവിശ്വാസികളും സംവദിച്ച ആ ഫിർഔനിന്റെ നാട്ടിലാണ്. ആ ഈജിപ്റ്റാണല്ലോ ഇന്ന് ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഇത് ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രമാണത്തിന്റെ സാക്ഷ്യമായി ചരിത്രത്തിൽ സംഭവിച്ചു പോകുന്നതിന്റെ തുടർച്ച മാത്രമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ വഴിയിൽ ജനതയെ സംഘടിപ്പിച്ച് ആ ജനതയെ അള്ളാഹുവിന്റെ വഴിയിൽ നയിച്ച യുഗപ്രഭാവന്മാരായ ഉലമാ, മഹാന്മാരായ മുജദ്ദിദുകൾ, എങ്ങനെയാണവർ ഈ മുജദ്ദിദുകളെയും പരിഷ്കർത്താക്കളായ പണ്ഡിതന്മാരെയും കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ വഴിയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് അവർക്കൊന്നും ബാധിച്ചില്ലെന്ന് മാത്രമല്ല, ഏതൊരു പ്രസ്ഥാനങ്ങളെ അവർ തകർക്കാൻ ശ്രമിച്ചു, ആ പ്രസ്ഥാനങ്ങൾ പടർന്ന് പന്തലിച്ച് വളരുന്ന കാഴ്ചയാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇമാം ഹസനുൽ ബന്ന, ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, രാഷ്ട്രീയത്തിൽ ആത്മീയ കലാപം നടത്തിയ മഹാനായ ആത്മീയ മുഖമുള്ള മഹാപണ്ഡിതനായിരുന്നു ഹസനുൽ ബന്ന. ആ ഹസനുൽ ബന്നയെ 949 നമുക്കറിയാം ചതിയിൽപ്പെടുത്തി കൊല്ലുകയായിരുന്നു. യോഗത്തിനെന്ന് പറഞ്ഞു വിളിച്ചിട്ട് മീറ്റിംഗിന്റെ സ്ഥലത്തെത്തുമ്പോൾ ആരുമില്ല. കൂടെയുണ്ടായിരുന്ന ആൾ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് നാളെ വരാം. ഇമാം ഹസനുൽ ബന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ കൃത്യമായി വെടിവെച്ച് വീഴ്ത്തുകയാണ്. പക്ഷേ ആ ഭരണകൂട ഭീകരതയുടെ, സാമ്രാജ്യത്വവും സയനിസവും നൽകിയ ഗൂഢാലോചനയുടെ തെളിവുകൾ പിന്നീട് ലോകത്തിന് കിട്ടി. ആ നമ്പർ പ്ലേറ്റ് ഇപ്പോഴും കാണുമ്പോൾ അള്ളാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് ബേജാറാണ്. 9979 എന്ന് പറയുന്ന ഒരു നമ്പർ, 9979, ആ നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ ബേജാറാണ്. ഹസനുൽ ബന്ന ഷഹീദിനെ കൊല്ലാൻ കൊലയാളികൾ വന്ന വാഹനത്തിന്റെ നമ്പറാണ്. പിന്നീട് തെളിഞ്ഞു അത് ഗവൺമെന്റിന്റെ പോലീസിന്റെ വാഹനമായിരുന്നു. അത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അദ്ദേഹത്തെ ചോര വാർന്നൊലിക്കുന്ന രീതിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. പക്ഷേ ഡോക്ടർമാർ പരിശോധിക്കാൻ സന്നദ്ധരല്ല. അവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിരിക്കുന്നു, ചികിത്സിക്കരുത് എന്ന്. അങ്ങനെ നൂറ്റാണ്ട് കണ്ട മഹാനായ യുഗപ്രഭാവനായ ഷഹീദ് ഹസനുൽ ബന്ന ചോരവാർന്ന് മരിക്കുകയല്ല, ഷഹാദത്ത് വരിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സംഭവം. ഒരു ദിവസം ഷഹീദ് ഹസനുൽ ബന്ന സ്വപ്നം കാണുകയാണ്. അതിൽ സാക്ഷാൽ ഫാറൂഖ് ഉമർ പ്രത്യക്ഷപ്പെടുന്നു റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഹസൻ നീ വധിക്കപ്പെടൂ. ഉടനെ അദ്ദേഹത്തിന്റെ പ്രതികരണം അൽഹംദുലില്ലാ. അത് ഞാൻ നേരത്തെ പറഞ്ഞ മനഃശാസ്ത്രമാണ്, മുഅ്മിനിന്റെ മനഃശാസ്ത്രമാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഹസനുൽ ബന്ന വീണ്ടും കിടന്നുറങ്ങുന്നു. വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഉമർ പറഞ്ഞു, ഹസൻ നീ വധിക്കപ്പെടും. പിന്നെ ഹസനുൽ ബന്ന ഉറങ്ങിയില്ല. നന്ദി സൂചകമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു സുബ്ഹി വരെ. ഇങ്ങനെ ഷഹാദത്ത് വരിച്ച ഹസനുൽ ബന്ന രാത്രി 1 മണിയായപ്പോൾ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ, മകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജനാസ നമസ്കാരമോ ആൾക്കൂട്ടമോ ഞങ്ങൾ അനുവദിക്കുകയില്ല. ആ പിതാവ് വൃദ്ധനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ
അദ്ദേഹം ഈ മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങി. മറ്റാരുമില്ല കൂട്ടിന്. ഒറ്റയ്ക്ക് മകന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒറ്റയ്ക്ക് ഖബറടക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, പക്ഷേ ഈ വഴിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു. നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ വധിക്കപ്പെടാം, അതല്ലെങ്കിൽ വധിക്കപ്പെടുകയോ വിജയം നൽകുകയോ ചെയ്യാം. രണ്ടായാലും നൂതീഹി അജറൻ അലീമ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉദാത്തമായ പ്രതിഫലമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, നേതാവിനെ കൊന്നപ്പോൾ മൂവ്മെന്റ് തകർന്നു പോവുകയല്ല ചെയ്തത്, അത് ലോകമാകെ പടർന്നു പന്തലിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ആ മരണമാണ് സയ്യിദ് ഖുതുബിനെ പോലുള്ള നേതാക്കന്മാരെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, ആ സയ്യിദ് ഖുതുബിനെ 966 സൈനിസവും സാമ്രാജ്യത്വവും ഗൂഢാലോചന നടത്തി കൊന്നു. ഈജിപ്തിലെ പട്ടാള കോടതി വധശിക്ഷക്ക് വിധിച്ചു. ആ വധശിക്ഷയുടെ വിധി പ്രഖ്യാപനം കേട്ടപ്പോൾ നേരത്തെ ഹസനുൽ ബന്ന പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ എന്നാണ് സയ്യിദ് ഖുതുബ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിന്റെ ഇൽമുകളുടെ ഭാരാവാരത്തിൽ, പരിശുദ്ധ ഖുർആനിന്റെ അനവദ്യമായ ആശയങ്ങളുടെ അനുഭൂതിയിലേക്ക് ലോകത്തെ കൈപിടിച്ചുയർത്തിയ ഷഹീദ് സയ്യിദ് ഖുതുബ്. ഫീ ദിലാലിൽ ഖുർആൻ നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ ഖുർആൻ തഫ്സീറാണ്. ആ സയ്യിദ് ഖുതുബിനെ പട്ടാള കോടതി വധശിക്ഷക്ക് വിധിച്ചു. കേട്ടപ്പോൾ അൽഹംദുലില്ലാ എന്നാണ് ഷഹീദ് പ്രതികരിച്ചത്. നമ്മൾ ആലോചിച്ചു നോക്കണം. 966 ഓഗസ്റ്റ് മാസം 28-ാം തീയതി അദ്ദേഹത്തെ കൊല്ലാനുള്ള ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വണ്ടിയിലേക്ക്, വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ സയ്യിദ് ഖുതുബിന്റെ മുഖം ക്യാമറകൾ പകർത്തി അന്നത്തെ ചില പത്രങ്ങൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഷഹീദിന്റെ മുഖത്ത്, സയ്യിദ് ഖുതുബിന്റെ മുഖത്ത് ഒരു മധുര മന്ദഹാസമായിരുന്നു എന്ന് ആ ഫോട്ടോ ഇന്നും ലോകത്തുള്ള ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അങ്ങനെ കൊണ്ടുപോകുന്നു. വാഹനത്തിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കഴുമരം മുമ്പിൽ കാണുമ്പോൾ അദ്ദേഹം, അപ്പോഴും സയ്യിദിന്റെ മുഖത്തൊരു മധുരമന്ദഹാസം വിടർന്നു. അദ്ദേഹം പറഞ്ഞു, മർഹബം ബിൽ മൗതി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ വഴിയിലെ മരണം, ആ മരണമേ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് കഴുമരത്തിലേറുന്ന സയ്യിദ് ഖുതുബുമാരുടെ ചിത്രമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും പൊരുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ഈ സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗത്തിലേക്കുള്ള വഴിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണകൾ പ്രവാചകൻ ആദ്യകാലത്ത് തന്നെ പകർന്നു നൽകിയിരുന്നു. ആ ഖുർആനിക പ്രമാണങ്ങളുടെ സാക്ഷാത്കാരമാണ് ചരിത്രത്തിൽ ഇന്നോളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ്. ഫിർഔന്റെ ഈജിപ്റ്റ് വീണ്ടും തിരിച്ചു വരുന്നോ, അതോ മൂസാ നബിയുടെ ഈജിപ്റ്റാണോ തിരിച്ചു വരുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പറഞ്ഞു വന്നത് ഈ മാർഗത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ജനത സ്വയം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ ഈമാനിനെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. അത് ലോകത്തിലെ ഏറ്റവും കാവ്യസുന്ദരമായ കാഴ്ചയാണ്. അങ്ങനെ ഒരു ജനത സ്വന്തം ജീവിതം കൊണ്ട് ഈ ഈമാനികമായ ആവിഷ്കാരം നടത്തുമ്പോൾ ഒന്നെഴുന്നേറ്റ് നിന്ന് കൈയുയർത്തി അവർക്കൊരു അഭിവാദ്യം ചൊല്ലാനെങ്കിലും ലോകത്തിന് സാധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാടിന് ഒന്നെഴുന്നേറ്റ് നിന്ന് ഇന്നലെ സന്ദർശിച്ചു പോയ മുർസിയുടെ നാട്ടിൽ കാണുന്ന ഈ മനോഹരമായ ഈമാനികാവിഷ്കാരത്തിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ മാർഗത്തിലുള്ള ആവിഷ്കാരത്തിന്റെ മുകളിലൊന്ന് കൈയുയർത്തി അഭിവാദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലായിപ്പോയി എന്നത് മറ്റൊരു കാര്യമാണ്. കാര്യങ്ങളെ തിരിച്ചറിയുവാൻ വിശ്വാസികളുടെ സമാജങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സദാചാര തകർച്ചയാണ് നമ്മുടെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും ഭീകരമായ വിപത്ത്. സദാചാരനിഷ്ഠയുടെ ചരട് പൊട്ടി പിടുത്തം വിട്ടുപോകുന്ന ഒരു സമൂഹത്തിൻ്റെ ദയനീയമായ ചിത്രങ്ങളാണ് നിരന്തരമായി നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്.
സദാചാര മൂല്യങ്ങളുടെ അതിർത്തി ലംഘനങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിനുള്ളിലുണ്ട് സദാചാര ലംഘനങ്ങൾ, വീട്ടിന് പുറത്തേക്കിറങ്ങിയാൽ തെരുവിലുണ്ട്, ജോലിസ്ഥലത്തുണ്ട്, വിദ്യാലയങ്ങളിലുണ്ട്, ഭരണസിരാ കേന്ദ്രങ്ങളിലുണ്ട്. എവിടെയും ഈ ധാർമ്മികതയുടെ അതിർത്തി ലംഘനങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയും പകലുമെന്ന ഭേദമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്ന പഠനങ്ങൾ പറയുന്നത് വിശേഷിച്ചും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന സദാചാര തകർച്ചകൾ അതേറിയ കൂറും നടക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിലാണ് എന്നാണ് പറയുന്നത്. സ്വന്തക്കാരിൽ നിന്ന് ഏറ്റവും സുരക്ഷാബോധമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഭയകേന്ദ്രമായ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പുരുഷന്മാരും സ്ത്രീകളുമടക്കം അത്തരം പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട സംഗതികളാണ്. ഇതൊക്കെ മറ്റേതെങ്കിലും സമുദായങ്ങളിലോ ജനതകളിലോ മറ്റ് രാജ്യങ്ങളിലോ ആണ് എന്ന് പറഞ്ഞ് സമാധാനപ്പെടാൻ കഴിയാത്ത വിധം വളരെ വ്യക്തമാണ് മുസ്ലിം സമൂഹത്തിൻ്റെ പങ്കാളിത്തം. അവരാണ് ഏറ്റവും കൂടുതൽ എന്നല്ല, പക്ഷേ വളരെ ഗൗരവത്തിൽ ഉമ്മത്ത് മുസ്ലിമ ചിന്തക്കും ചർച്ചക്കും വിഷയീഭവിപ്പിക്കേണ്ട രീതിയിൽ വളരെ വ്യാപകമായിട്ടുണ്ട് നമുക്കിടയിലെ സദാചാര തകർച്ചകൾ. അറബിപ്പേരുള്ള ഒരാൾക്കൂട്ടം മാത്രമാണ് ഞങ്ങൾ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സമുദായമായി പലപ്പോഴും നമ്മൾ പൊതുരംഗത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തര കേരളത്തിൽ നിന്നൊരു യുവതി 2 മാസമായി വീട്ടിൽ വരാത്ത ഭർത്താവിനെ തേടി മലപ്പുറത്തെത്തും. ഇതൊന്നും ഇങ്ങനെ പരത്തി പറയേണ്ട കാര്യമില്ല, അതൊന്നും ഖുർആനികമായ ഒരു ശൈലിയുമല്ല. അതുകൊണ്ട് ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, സൂചന മാത്രം നൽകുകയാണ്. ഇങ്ങനെ ഭർത്താവിനെ തേടി ഇറങ്ങിയ പെൺകുട്ടിയെ മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാര് വളഞ്ഞുവെക്കുകയും ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുകയും കുടുംബ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പാണക്കാട്ട് പോയി പറഞ്ഞ് പരിഹരിക്കാം എന്ന് പ്രലോഭിപ്പിക്കുകയും ഓരോരുത്തരായി മാറി മാറി ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ വാർത്തകൾ. ഇതിനേക്കാളൊക്കെ എത്രയോ ദാരുണമായ സംഭവങ്ങൾ വേറെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് വിശിഷ്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങൾ നിരന്തരമായി ലംഘിക്കപ്പെടുന്ന അനുഭവങ്ങൾ. നമ്മുടെ പുതിയ തലമുറകളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ വെച്ചു പുലർത്തുമ്പോഴും പീഡിപ്പിക്കുന്ന ചില ഭീകരമായ അവസ്ഥകളുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കൊച്ചുകുട്ടികളിൽ നിന്ന്, പ്രൈമറി തലത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് പോലും നമ്മൾ അശ്ലീല സീഡികൾ കണ്ടെത്തേണ്ടി വരുന്ന ഒരു ലോകത്ത് അമേരിക്കയിലെ മനഃശാസ്ത്ര വിശാരദന്മാർ പറയുന്നത് നമ്മുടെ ടീനേജ് തലമുറ ഒരു സ്ക്രീനേജ് തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അവർ സ്ക്രീനിന്റെ മുമ്പിലാണ്. ഇന്റർനെറ്റിന്റെ ഉപയോഗം കൊണ്ട്, ദുരുപയോഗം കൊണ്ട് ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരെ സംബന്ധിച്ചുള്ള ചിന്തകൾ അമേരിക്കയിലെ സ്ഥിതി വെച്ചിട്ടാണ് അവർ പറയുന്നത്. 8-1 ഇന്റർനെറ്റ് ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിയുന്നു എന്ന് നമ്മൾ അറിയണം. മദ്യപാനാസക്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആൽക്കഹോളിക് ഡി അഡിക്ഷൻ സെന്ററുകൾ, ആൽക്കഹോളിൽ നിന്ന് മോചനം നേടാനുള്ള സെന്ററുകൾ നമുക്ക് പരിചയമുണ്ട്. ഇന്റർനെറ്റിന്റെ അഡിക്ഷൻ അതിൽ പെട്ടുപോയി, അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്റർനെറ്റ് ഡി അഡിക്ഷൻ സെന്ററുകൾ, അതിലൊരു വലിയ വിഭാഗം മനോരോഗത്തിന് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശദീകരിക്കേണ്ടതില്ല. കൗമാരവും യുവത്വവും ഒക്കെ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്.
പ്രായമായ ആളുകൾ അല്ലെങ്കിൽ മധ്യവയസ്കരായ ആളുകളിൽ നിന്ന് സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ ചെറുപ്പക്കാർ മാത്രമല്ല, വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്ക് പോലും സ്ത്രീകളാകുന്ന പരീക്ഷണത്തിന്റെ മുമ്പിൽ, പ്രലോഭനത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്ന വളരെ ദയനീയമായ ഒരുപാട് സംഭവങ്ങൾ. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ ഉമ്മത്ത് മുസ്ലിമ ചർച്ചക്കെടുക്കേണ്ടതാണിത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം ഒരവസ്ഥയിൽ ചില നിയമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഗീർവാണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കളയാം എന്നാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ആളുകൾ. ഒരിക്കലും സാധ്യമല്ല. രാഷ്ട്രീയക്കാരുടെ ഗീർവാണങ്ങൾ കൊണ്ട് ഇത്തരം ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. ചില നിയമങ്ങൾ തട്ടിപ്പടച്ചുണ്ടാക്കുന്നു. പലപ്പോഴും ആ ദുർബലമായ നിയമങ്ങൾ ഈ എല്ലാ സദാചാര തകർച്ചയ്ക്കും വേണ്ട വളവും വെള്ളവും കൊടുക്കുകയും അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും അതിനു പറ്റിയ രീതിയിലുള്ള ഉദാരവൽക്കരണത്തിന്റെ, ആഗോളവൽക്കരണത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കുകയും ഭരണകൂടങ്ങൾ പോലും അങ്ങനെ സെക്സ് ടൂറിസം അടക്കം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഈ ദുർബലമായ നിയമങ്ങൾ കൊണ്ട് ഈ അതിർത്തി ലംഘനങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുക എന്നത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഒരിക്കലും സാധ്യമല്ല. ഇരുത്തി ഇലയിട്ട് വിളമ്പി എന്നിട്ട് പിന്നെ തിന്നരുത് എന്ന് കൽപ്പിക്കുന്ന പോലെ എല്ലാ സാഹചര്യങ്ങളും ഇണക്കി കൊടുത്തിട്ട് അതിനാസ്പദമായ, അതിന് സഹായകരമായ, അതിന്റെ വളർച്ചയ്ക്കാവശ്യമായ എല്ലാം കൊടുത്തിട്ട് നീ അത് ചെയ്യരുത് എന്ന് പറയുകയാണ് പലപ്പോഴും നമ്മൾ പുതിയ തലമുറയോട്. മുതിർന്നവർ വളരെ ഗൗരവത്തിൽ ഈ വിഷയം ആലോചനക്കെടുക്കേണ്ടതാണ്. സ്ഥായിയായ പരിഹാരം ഒന്നു മാത്രമേയുള്ളൂ: മാർഗദർശികളിലേക്ക് മടങ്ങുക എന്നതാണ്. ചരിത്രത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ മാർഗദർശികൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരുന്നു. മാർഗദർശികളിലേക്ക് മടങ്ങുക എന്ന മാർഗമല്ലാതെ മറ്റൊരു പരിഹാരവും ലോകത്തിന്റെ മുമ്പിലില്ല എന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സദാചാര തകർച്ചകൾക്ക് മുഖ്യമായി രണ്ട് കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് നഷ്ടങ്ങളുണ്ട്. ആ രണ്ട് നഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച ദുരന്തം എന്ന് പറയുന്നത്. ഒന്ന് വിശ്വാസത്തിന്റെ നഷ്ടമാണ്, രണ്ട് ലജ്ജയുടെ നഷ്ടമാണ്. വിശ്വാസത്തിന്റെ നഷ്ടമെന്ന് പറയുമ്പോൾ ദൈവവിശ്വാസികൾ പുതിയ കാലത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ല, ദൈവവിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോക ചരിത്രത്തിലുടനീളം ദൈവത്തെ നിഷേധിച്ച നിരീശ്വരന്മാരായ ആളുകൾ വളരെ വളരെ കുറഞ്ഞ ഒരെണ്ണം മാത്രമാണ്. ഒരു മൈക്രോസ്കോപ്പിക്കായ ഒരു സമൂഹം മാത്രമേ ദൈവത്തിന്റെ അസ്തിത്വം നിഷേധിച്ചവരായിട്ടുള്ളൂ. ദൈവനിഷേധികൾ അല്ലെങ്കിൽ ദൈവരഹിതരായ ആളുകളല്ല, ദൈവവിശ്വാസികൾ തന്നെയാണ്. പക്ഷേ അവരുടെ വിശ്വാസത്തിൽ നിന്ന് ദൈവിക നീതിയിലുള്ള ബോധ്യം നഷ്ടപ്പെടുന്നു എന്നതാണ് പ്രശ്നം. അർ-റഹ്മാൻ റഹീം വരെ സമുദായം ഒക്കെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ച തമ്പുരാൻ, തർക്കമില്ല. അർ-റഹ്മാൻ റഹീം, അവൻ കാരുണ്യവാനാകുന്നു, അളവറ്റ ദയാവരനാണ്, അതിലാണ് നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും. പക്ഷേ തൊട്ടുടനെ ചേർത്ത് പറഞ്ഞു മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫലനാളിന്റെ ഉടമസ്ഥനാണ്. നീതി നടപ്പിലാക്കുന്ന ഒരു ദിനം വരാനിരിക്കുന്നുണ്ട്. മരണാനന്തരം മറുലോകത്ത് മഹ്ശറിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരും, കൃത്യമായി മറുപടി പറയേണ്ടി വരും. എന്നിടത്ത് ദൈവിക നീതിയിലുള്ള വിശ്വാസത്തിന്റെ നഷ്ടമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് സംഭവിച്ച രോഗം എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ആ വിശ്വാസമുണ്ടാകുമ്പോൾ അവർ സദാചാര നിഷ്ഠയുള്ളവരായി മാറും. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അവർ തങ്ങളുടെ ലൈംഗികതയെ സൂക്ഷിക്കുന്ന ആളുകളാണ്. വിഹിതമായ മാർഗത്തിലൂടെയല്ലാതെ ആ വഴിയിൽ സഞ്ചരിക്കാത്തവരാകുന്നു അവർ. അഥവാ അതിനപ്പുറം ആഗ്രഹിച്ചാൽ, അനുവദിക്കപ്പെട്ടതിനപ്പുറം ആരെങ്കിലും കാക്ഷിച്ചാൽ, അതിർത്തി ലംഘിക്കാൻ ആഗ്രഹിച്ചാൽ അവരാണ് ഏറ്റവും വലിയ അധർമ്മികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ മരണാനന്തരമുള്ള ഈ ലോകത്തിൽ ബോധ്യമുള്ളവർ ദൈവിക നീതിയിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ
ഇതിന് ശാശ്വതമായ പരിഹാരമുള്ളൂ എന്ന് തിരിച്ചറിയുവാൻ കഴിയണം. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. ഈ ഒരൊറ്റ ഈമാൻ കൊണ്ട് മാത്രമേ ലോകത്തിന് ഈ വിഷയത്തിൽ മോചനം നേടാൻ സാധ്യമാവുകയുള്ളൂ. ഒരു അണുമണി തൂക്കം, മിസ്ഖാല ദർറത്ത്, ഏറ്റവും ചെറിയ അളവാണ്. ഏറ്റവും ചെറിയ അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി അണുത്തൂക്കം, കടുകുമണിത്തൂക്കം എന്താണോ പറയേണ്ടത് ആ കാലഘട്ടത്തിൽ, അതാണ് ഈ ആയത്തിന്റെ പരിഭാഷ. അതാണ് ഒരാൾ ചെയ്തതെങ്കിൽ ആ ഷർറിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നു. ഏറ്റവും പ്രലോഭനീയമായ സാഹചര്യങ്ങൾ കടന്നു വരാം. ആ സാഹചര്യങ്ങളിലാണ് യൂസുഫിനെ പോലെ അതിനെ അതിവർത്തിക്കാനുള്ള ഖാല മഅദല്ലാ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഖാല മഅദല്ലാ, അല്ലാഹുവിൽ ശരണം. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എനിക്ക് ഉന്നതമായ പദവി നൽകിയ, സ്ഥാനം നൽകിയ അല്ലാഹു, എന്റെ നാഥൻ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, എനിക്കെന്റെ നാഥൻ നൽകിയ സ്ഥാനം മറന്നോ, പദവി മറന്നോ, അംഗീകാരം മറന്നോ ഞാൻ ഈ പെണ്ണുമായിട്ട് വൃത്തികേടിന് പോയാൽ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിം, അതാണ് ഏറ്റവും വലിയ ളുൽമ്, അതാണ് ഏറ്റവും വലിയ അക്രമം. ഈ പ്രപഞ്ചത്തിന് നാഥൻ നിശ്ചയിച്ച ഒരു ക്രമമുണ്ട്, ഒരു ഓർഡറുണ്ട്. 1, 2, 3 എന്നിങ്ങനെയാണ് ക്രമം. അവിടെ തെറ്റിച്ചിട്ട് 1, 4, 8 എന്നെണ്ണിയാൽ അത് അക്രമമാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, പ്രപഞ്ചനാഥൻ നിശ്ചയിച്ച ഈ ക്രമത്തെ തെറ്റിക്കുന്ന ളുൽമുകൾ, അക്രമങ്ങൾ, ആ അക്രമം ചെയ്യുന്നവർ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രലോഭനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ഏറ്റവും കഠിനമായ ഉഷ്ണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, എന്താണ് മോചനമാർഗമെന്ന മനുഷ്യൻ അസ്വസ്ഥരാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണലുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞു. അതിലൊരു വിഭാഗം വറജുലുൻ ദഅത്തുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, അയാൾക്കാണ് അള്ളാഹുവിന്റെ തണൽ കിട്ടുക, പരലോകത്ത് അല്ലാഹുവിന്റെ സവിശേഷമായ അനുഗ്രഹം കിട്ടുക, അവർക്കാണ്. അവന്റെ ശീതളച്ചായുണ്ട്. ആർക്ക്? റജുലുൻ ദഅത്തുഹു ഇംറഅത്തുൻ, ഒരു പെണ്ണവനെ പ്രലോഭിപ്പിക്കുന്നു, വിളിക്കുന്നു. അവളാകട്ടെ രൂപവതിയായ ഒരു പെണ്ണാണ്, ഏറ്റവും വലിയ പ്രലോഭനം. പക്ഷെ അയാൾ പറഞ്ഞു ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാപത്തിൽ നിന്നോട് രക്ഷപ്പെടുന്ന ചെറുപ്പക്കാരൻ, അവന്, ആ പുരുഷന് അള്ളാഹുവിന്റെ പരലോകത്തെ തണൽ ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ഈ വിശ്വാസത്തിന്റെ അഭാവമാണ് സകല അഴിഞ്ഞാട്ട ജീവിതത്തിന്റെയും മൂലധനം എന്ന് നമ്മൾ അറിയണം. എല്ലാ അഴിഞ്ഞാട്ട ജീവിതങ്ങൾക്കും ഓരോ പേരുകളുണ്ട്. ദർശനത്തിന്റെ പേരാകാം, പ്രത്യയശാസ്ത്രങ്ങളുടെ പേരാകാം, പുതിയ പുതിയ പുരോഗമനത്തിന്റെ പേരിലുള്ള പുതിയ പുതിയ പ്രയോഗങ്ങളാവാം. പക്ഷേ എല്ലാ അഴിഞ്ഞാട്ട ജീവിതത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് ഈ പരലോകബോധ്യം എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല എന്നതാണ്. അതാണ് അതിന്റെ മൂലധനം. അഴിഞ്ഞാട്ടത്തിന് പിന്നെ പല പേരും വിളിക്കും എന്നത് വേറൊരു വിഷയമാണ്. സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്നിടത്ത് എന്തെന്ത് മര്യാദകൾ സൂക്ഷിക്കണം, സൂക്ഷ്മതകൾ പാലിക്കണം, പ്രമാണങ്ങളിലേക്ക് മടങ്ങണം സമൂഹം. അവിടെ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും ഒരുപിടി നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നോട്ടം മുതൽ, വസ്ത്രധാരണം മുതൽ, സംസാരം മുതൽ, ഇതൊക്കെ വ്യാപകമായി നമ്മുടെ നിത്യജീവിതത്തിൽ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണു താഴ്ത്താൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഖുർആൻ. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, പുരുഷന്മാരോട് പറയുന്നു നിങ്ങൾ കണ്ണു താഴ്ത്തണം, നിങ്ങളുടെ ലൈംഗികതയെ നിങ്ങൾ സൂക്ഷിക്കണം, നിയന്ത്രിക്കണം. ദാലിക അസ്കാ ലഹും, അതാണ് നിങ്ങളുടെ പരിശുദ്ധിക്ക് പറ്റിയത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അതാണ് മുന്നറിയിപ്പ്. അവൻ ഖബീറാണ് അല്ലാഹു, സൂക്ഷ്മമായി അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ മേൽനോട്ടത്തിലാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്ന് പറയുന്നു. വകുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളോട് പറയുക യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന, പെണ്ണുങ്ങളോടും പറയുന്നു കണ്ണു താഴ്ത്തണം, കണ്ണു താഴ്ത്തണം. ആണുങ്ങളോട് എന്നതുപോലെ തന്നെ പറയുന്നു സ്ത്രീകളോടും. റസൂലിന്റെ മുമ്പിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നു. ആയിഷ ബീവി റസൂലിന്റെ ചാരത്തുണ്ട്. നബി പറഞ്ഞു അകത്തുപോ എന്ന്. പർദ്ദയില്ലാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരാൻ പാടില്ല. ആയിഷ ബീവി സംശയം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ, അദ്ദേഹം അന്ധനല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം?
റസൂലിന്റെ ചോദ്യം നീ അന്ധയല്ലല്ലോ. പ്രിയമുള്ളവരെ, ആണിനോടും പെണ്ണിനോടും പറയുന്നു, സദാചാരത്തിന്റെ നിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും അല്ലാഹു നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പാടില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. നോട്ടമാണല്ലോ അപകടത്തിനെല്ലാം ഉത്ഭവം. അവിടെ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ-നളറതു സഹ്മുൻ മിൻ സിഹാമി ഇബ്ലീസ് മസ്മൂമ. അത് ഒരു സഹമാണ്, പിശാചിൽ നിന്ന് വന്ന ഒരു വിഷം പുരട്ടിയ അമ്പാണ് നോട്ടം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ആരംഭം. അതുകൊണ്ട് അവിടെ തന്നെ നിയന്ത്രണം ആവശ്യമുണ്ട്. കണ്ണു താഴ്ത്തണം എന്ന് പറയുകയുണ്ടായി. വസ്ത്രധാരണം വിശേഷിച്ചും സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവിധ സാഹചര്യങ്ങളും ഈ മൂല്യത്തകർച്ചയ്ക്ക് അനുഗുണമായി മാറിയ ഒരു ലോകത്ത് നിന്നുകൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ വിശേഷിച്ചും ഇത്തരം വിഷയങ്ങളിലുള്ള സദാചാര പാഠങ്ങളെ വളരെ ഗൗരവത്തിലെടുക്കുവാൻ സഹോദരിമാർക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തുമാത്രം സൂക്ഷ്മതയാണ് മതം ആ കാര്യത്തിൽ വെച്ചിട്ടുള്ളത് എന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലിന്റെ മുമ്പിൽ വരുന്നു അസ്മാ റളിയല്ലാഹു തആല അൻഹ. അസ്മാ ബിൻത് അബീ ബക്കർ ആയിഷയുടെ സഹോദരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വരുമ്പോൾ വഅലൈഹാ സിയാബുൻ റികാകുൻ, ആയിഷ ബീവി തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്, അവൾ ധരിച്ചിരുന്നത് ഒരു സിയാബുൻ റികാക്കാണ് എന്ന് പറഞ്ഞാൽ വളരെ നേർമയുള്ള ഒരു വസ്ത്രം, വളരെ നേരിയ ഒരു തുണിയിലുള്ള വസ്ത്രം. ഫഅറള അൻഹാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു കളഞ്ഞു. അസ്മയെ നോക്കിയില്ല. എന്നിട്ട് പറഞ്ഞു, ഖാല യാ അസ്മാ ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീദ ലൻ യസ്ലഹ അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹദാ വഅശാറ ഇലാ വജ്ഹിഹി വകഫൈഹി. പ്രവാചകൻ പറഞ്ഞു, അസ്മാ, ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഒരു സ്ത്രീ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, മെൻസസ് പീരീഡിലെത്തിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന്, അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കണം എന്ന് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയാണ്. മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കണം. അവിടെ അവര് മറക്കാതെ വന്നതല്ല, നേർത്ത ഒരു തുണി കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു എന്നതാണ്. അപ്പോൾ അവിടെ ലക്ഷ്യം സാധിക്കുകയില്ല. പർദ്ദയിടുന്നു സഹോദരിമാർ. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇസ്ലാമിന്റെ വസ്ത്രധാരണം, അതിനോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ്, അതിന്റെ പ്രതിബദ്ധത. പള്ളിയിൽ പോലും വരുന്ന സഹോദരിമാർ പക്ഷേ അവർ ഷെയ്പ്പ് ചെയ്ത പർദ്ദയാണ് ധരിക്കുന്നത്. അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന്റെ സ്പിരിറ്റിനെ ഉൾക്കൊള്ളാത്ത ഒരു നിലപാടാവുകയില്ലേ എന്നവർ ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്, സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട്. രൂപവതിയായ പെണ്ണിന്റെ അഴകളവുകൾ മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല. നേർത്ത വസ്ത്രം ധരിച്ച അസ്മയോട് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. സംസാരത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഇതൊക്കെ നേർക്കുനേരെ പറയുകയാണ്. ആലോചിക്കണം നമ്മൾ. ഏറ്റവും അല്ലാഹുവിനോട് അടുക്കുന്ന സുജൂദിൽ നടത്തേണ്ട പ്രാർത്ഥനാ വാക്യം പോലും കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടില്ല. സുജൂദിൽ ചൊല്ലേണ്ട പ്രാർത്ഥന കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അതേ പരിശുദ്ധ ഖുർആൻ ഇത്തരം നിയമങ്ങൾ വളരെ സ്പഷ്ടമായി, അസന്നിഗ്ധമായി, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പറയുകയാണ്. സംസാരിക്കുമ്പോൾ ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. സംസാരിക്കുമ്പോൾ മൊബൈലിലാകാം, നേരിട്ടാകാം, സംസാരിക്കുന്നിടത്ത് സ്ത്രീകൾ സൂക്ഷ്മത പാലിക്കണം. കൊഞ്ചിക്കുഴഞ്ഞവർ സംസാരിക്കാൻ പാടില്ല. പ്രലോഭനീയമായ സ്വരം ഉപയോഗിക്കാൻ പാടില്ല. വഖുൽന ഖൗലൻ മഅറൂഫ, ഏറ്റവും ജെന്റിലായ, ഏറ്റവും മാന്യമായ ഒരു സ്വരത്തിലേ അവർ സംസാരിക്കാൻ പാടുള്ളൂ. കേൾക്കുന്നവനിൽ വേണ്ടാത്ത ആശകൾ ഉണ്ടാക്കുന്ന, പ്രതീക്ഷകൾ ഉണർത്തുന്ന സ്വരത്തിൽ സംസാരിക്കുക പോലും പാടില്ലെന്ന് ജാഹിലി കാലഘട്ടത്തിൽ എങ്ങനെയാണോ തങ്ങളുടെ അലങ്കാരങ്ങളും തങ്ങളുടെ ആഭരണങ്ങളും തങ്ങളുടെ ശരീരമേനിയും പ്രദർശിപ്പിക്കാൻ വേണ്ടി അവരെങ്ങനെ നടന്നത്, അതുപോലെ കാലം നിലത്തിട്ടടിച്ച് അലങ്കാരങ്ങളൊക്കെ വെളിവാക്കിയുള്ള നടത്തം പാടില്ല. അത് ജാഹിലീയത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. വളരെ ഗൗരവത്തിൽ ഞാൻ സൂചിപ്പിച്ചു വന്നത് നോട്ടത്തെ സംബന്ധിച്ചാണെങ്കിലും വസ്ത്രധാരണത്തെ സംബന്ധിച്ചാണെങ്കിലും വളരെ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ പ്രമാണവും അള്ളാഹുവിന്റെ പ്രവാചകനും വിശദീകരിച്ചു തരുമ്പോൾ എങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിലെ ഈ സദാചാര തകർച്ചകളെ അതിജീവിക്കാമെന്ന് ചിന്തിക്കുന്നിടത്ത് വളരെ ഗൗരവത്തിൽ പരിഗണിക്കണം എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ലജ്ജയുടെ നഷ്ടമാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ലജ്ജയില്ലാത്ത ഒരു ലോകം, ഒരു തലമുറയുടെ വളർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനാവശ്യമായതെല്ലാം
മനുഷ്യനിൽ ജന്മസഹജമായി മൃഗത്തിൽ നിന്ന് ഭിന്നമായി മനുഷ്യത്വം എന്ന് പറയുന്നത് ലജ്ജയാണ്. ആ ലജ്ജ എന്ന വികാരത്തെ ഊരിക്കളയുന്ന സമീപനങ്ങൾ, നിലപാടുകൾ, വസ്ത്രധാരണ ശൈലികൾ, സംസാര രീതികൾ, ഇതാണല്ലോ ചാനലുകൾ തുറന്നാൽ നമ്മൾ ഇതാണ് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. എത്ര അറപ്പുളവാക്കുന്ന ശൈലിയിലുള്ള സംഗതികളാണ് പലപ്പോഴും നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കുഞ്ഞുടുപ്പം ധരിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ കൊഞ്ചിക്കുഴയുന്ന സംസാരങ്ങളുമായിട്ട് മുതിർന്ന സ്ത്രീകൾ വരുന്നു എന്നത് എത്ര ലജ്ജാകരമായ, എത്ര ആഭാസകരമായ, അറപ്പുളവാക്കുന്ന ഒരു കാഴ്ചയാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കും. നിരന്തരം അത്തരം സാഹചര്യങ്ങളിൽ വളർത്തപ്പെടുകയാണ് വിശേഷിച്ചും നമ്മുടെ പുതിയ തലമുറ. പലപ്പോഴും അതൊക്കെ കാണുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞതാണ്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്യാം, ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്യാം. ഈ നിർലജ്ജതയുടെ വൃത്തികെട്ട കാമപ്പേക്കൂത്തുകൾ, ആഭാസങ്ങൾ കലയുടെ പേരിൽ, സാഹിത്യത്തിന്റെ പേരിൽ, സംഗീതത്തിന്റെ പേരിൽ, അതാണ് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലജ്ജ എന്നാൽ വിശേഷിച്ച് നമ്മൾ അറിയണം, ഏതെങ്കിലും ഒരു മൂലയിൽ നാണം കുണുങ്ങി നിൽക്കുന്നതിനല്ല ലജ്ജ എന്ന് പറയുന്നത്. അത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ കണ്ണാടിയാണ്, ഇസ്ലാമിക സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ്. ആ ലജ്ജ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ വ ഖുലുഖുൽ ഇസ്ലാം അൽ ഹയാ. ഓരോ മതത്തിനും അതിന്റെ മുദ്രയുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. നിന്റെ ശിരസിനെ, നിന്റെ ഉദരത്തെ അല്ലാഹു നിഷിദ്ധമാക്കിയ സംഗതികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നിടത്താണ് ലജ്ജയുടെ ചൈതന്യമുള്ളത്. മരണത്തെ സംബന്ധിച്ച് ഓർമ്മിക്കുക, പരലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കുക, എന്നിട്ട് ജീവിതത്തെ നിയന്ത്രിക്കുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ലജ്ജയുടെ ചൈതന്യം എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് ലജ്ജയില്ലാതായാൽ അവനിൽ നിന്ന് എല്ലാ നന്മകളും ഒന്നൊന്നായി റബ്ബ് സുബ്ഹാനഹു വ തആല ഊരിയെടുത്ത് കളയും എന്ന്. ആ ഹദീസ് ആരംഭിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അറാദ അൻ യുഹ്ലിക അബ്ദൻ നസഅ മിൻഹുൽ ഹയാ. ഇദാ അറാദ അൻ യുഹ്ലിക അബ്ദൻ, ശ്രദ്ധിക്കണം നമ്മൾ. അൻ യുഹ്ലിക അബ്ദൻ, ഒരടിമയെ അല്ലാഹു ഹലാക്കാക്കാൻ തീരുമാനിച്ചാൽ, ഒരടിമയുടെ നാശം അല്ലാഹു തീരുമാനിച്ചാൽ അവനിൽ നിന്ന് അല്ലാഹു ആദ്യമായിട്ട് ലജ്ജയെ ഊരിയെടുക്കും. അങ്ങനെ ലജ്ജയില്ലാതാകുമ്പോൾ അവൻ വെറുക്കപ്പെട്ടവനായി മാറും. അങ്ങനെ അവൻ വെറുക്കുന്നവനായി മാറുമ്പോൾ അവനിൽ നിന്ന് അമാനത്ത് അഥവാ ഉത്തരവാദിത്ത ബോധമില്ലാതാകും. അങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാത്തവനായി ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവൻ വഞ്ചിക്കപ്പെടുന്നവനായി മാറും. അങ്ങനെ സംഭവിക്കുമ്പോൾ അവനിൽ നിന്ന് കാരുണ്യമില്ലാതാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ കാരുണ്യം പോലും ഇല്ലാതായി പോകുമ്പോൾ അവൻ അല്ലാഹുവിനാൽ ശപിക്കപ്പെട്ടവനായി മാറും. അങ്ങനെ അവൻ മൽഊനായി തീരുമ്പോൾ നുസിഅത മിൻഹു റിബഖത്തുൽ ഇസ്ലാം. പ്രവാചകൻ പറയുന്നു, ഇസ്ലാമിന്റെ ചരട് തന്നെ അവന്റെ കഴുത്തിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, സദാചാര തകർച്ചയാണ് നമ്മുടെ സമൂഹം നേരിടുന്ന, വിശിഷ്യ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന്, വിപത്തെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ വിപത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ നഷ്ടവും ലജ്ജയുടെ നഷ്ടവും പരിഹരിച്ചുകൊണ്ട്, സദാചാര നിഷ്ഠയുടെ പാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ധാർമ്മികതയുടെ നിയമങ്ങളെ വീട്ടിനുള്ളിലും പുറത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വിശേഷിച്ചും ബന്ധുക്കൾക്കിടയിലൊക്കെ പെരുമാറുമ്പോൾ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നല്ല സൂക്ഷ്മതക്കുറവ് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കാറുണ്ട്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, ഭർത്താവിന്റെ സ്വന്തക്കാരനാകാം, ഭർത്താവിന്റെ അനുജനാകാം, സഹോദരനാകാം, പക്ഷേ അവിടെ സ്ത്രീ സൂക്ഷ്മത പാലിക്കണം. പുരുഷനും സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. റസൂലിനോട് ഒരിക്കൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഭർത്താവിന്റെ ബന്ധു എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? റസൂല് പറഞ്ഞത് അദ്ദേഹം മരണമാണ് എന്നാണ്. മരണമാണ്. കാരണം അതിപരിചയം കൊണ്ട് ഏറ്റവും അടുത്തിടപഴകുന്ന ആളുകൾ എന്ന നിലക്ക് സൂക്ഷ്മത അവിടെ കൂടുതൽ വേണമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ കൈമാറിയ ഈ ധാർമ്മിക പാഠങ്ങളെ വിസ്മരിച്ചതിന്റെ ദുരന്തമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പഠനങ്ങളിൽ, വീട്ടകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിർത്തി ലംഘനങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ്. സദാചാരത്തിന്റെ മേഖലകളിൽ, വിദ്യാലയങ്ങളിലായാലും വിനോദയാത്രകൾ, കൊച്ചുകുട്ടികളെ സംഘടിപ്പിച്ച് വിനോദയാത്രകൾ പോകുമ്പോൾ പോലും എത്രയോ വൃത്തികേടുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു.
രക്ഷിതാക്കൾ എന്ന നിലക്ക് സൂക്ഷ്മത വേണം, അധ്യാപകരെന്ന നിലക്ക് സൂക്ഷ്മത വേണം, സ്ഥാപന നടത്തിപ്പുകാരെന്ന നിലക്ക് സൂക്ഷ്മത വേണം. ആ അർത്ഥത്തിൽ ഒരു ആത്മപരിശോധന വളരെ ഗൗരവത്തിൽ നടക്കേണ്ട വിഷയമാണ്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസ്ലിമിൻ്റെ നിയോഗം ഇസ്ലാമിൻ്റെ പ്രകാശനവും സമർപ്പണവുമാണ്. ഒരു മുസ്ലിം സമാജത്തിൻ്റെ ദൗത്യവും ഇസ്ലാമിൻ്റെ പ്രകാശനവും സമർപ്പണവും തന്നെയാണ്. ഒരു സമുദായം എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ ചിത്രീകരിച്ചിട്ടുള്ള ഭാഗങ്ങൾ പരിശോധിച്ചാൽ അത് ബോധ്യമാകും. ഒരൊറ്റ വാക്യത്തിൽ ഈ സമുദായത്തെ ചിത്രീകരിച്ചാൽ വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് അഥവാ സമഗ്രമായ അൽ ഖൈർ, സമഗ്രമായ നന്മയിലേക്ക് അഥവാ ദീനുൽ ഇസ്ലാമിലേക്ക് ലോകത്തെ ക്ഷണിക്കുന്ന ഒരു ഉത്തമ ഉമ്മത്തായി തീരണം നിങ്ങൾ. അപ്പോൾ മുസ്ലിം സമാജത്തിൻ്റെയും മുസ്ലിം വ്യക്തിയുടെ ജീവിതത്തിൻ്റെയും നിയോഗവും ദൗത്യവും ഇസ്ലാമിൻ്റെ പ്രകാശനവും സമർപ്പണവുമാണ്. ഈ പ്രകാശനവും സമർപ്പണവും നിർവഹിക്കണമെങ്കിൽ അനിവാര്യമായും ചില ഗുണങ്ങൾ, ചില മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. വ്യക്തി എന്ന നിലയിലും സംഘമെന്ന നിലയിലും ആ മഹത്തായ ഖുർആനിക മൂല്യങ്ങളെ പ്രകാശിപ്പിക്കുവാനും സ്വാംശീകരിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അത്തരം ഒരുപിടി മൂല്യങ്ങളിൽ ഒന്നിനെ സംബന്ധിച്ച്, ഒരു ഗുണത്തെ സംബന്ധിച്ച് ഏതാനും വാക്കുകൾ പറയുക മാത്രമാണ് വളരെ പരിമിതമായ ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ സുപ്രധാനമായി നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള അത്തരം ഗുണങ്ങളിലൊന്നാണ് ഹിക്മത്ത് എന്ന മൂല്യം. ഹിക്മത്തിനെ സംബന്ധിച്ച് 2-3 വാക്കുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എന്താണ് ഹിക്മത്ത് എന്നതിനെക്കുറിച്ച് മഹാന്മാരായ ഉലമാ ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇസാബത്തുൽ ഹഖ് ബിൽ ഇൽമി വൽ അഖൽ, അതാണ് ഹിക്മ. നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും സത്യത്തെ, ഹക്കിനെ പ്രാപിക്കലാണ് ഹിക്മ. ബുദ്ധിപരമായ അന്വേഷണങ്ങളിലൂടെ, വൈജ്ഞാനികമായ ചിന്തകളിലൂടെ സത്യത്തിലേക്ക് എത്തിച്ചേരലാണ്, ഹക്കിലേക്ക് എത്തിച്ചേരലാണ് യഥാർത്ഥത്തിൽ ഹിക്മ. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ദൗത്യം ജനങ്ങളെ കിതാബും ഹിക്മയും പഠിപ്പിക്കലായിരുന്നു എന്ന് ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്ന്. എന്തിനാണ് ഒരു നബി വരുന്നത്? കിതാബ് മാത്രമായിട്ടല്ല അദ്ദേഹത്തിന്റെ ആഗമനം, കിതാബിനോടൊപ്പം ഹിക്മത്തുമുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന കാലത്തേക്ക് ആവശ്യമുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ച് ദീർഘദർശനത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഖുർആൻ ആ പ്രാർത്ഥന ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളുടെ സമാപനമായി പറയും, റബ്ബന വബഅസ് ഫീഹിം റസൂലം മിൻഹും
യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. പടച്ചവനെ, എന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു പ്രവാചകനെ നീ നിയോഗിക്കണം. അദ്ദേഹം ചെയ്യേണ്ട ദൗത്യം യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ, നിന്റെ സൂക്തങ്ങൾ, നിന്റെ നിയമങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കണം അദ്ദേഹം. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദം അവരെ പഠിപ്പിക്കണം, ഹിക്മയും അവരെ പഠിപ്പിക്കണം. അങ്ങനെ വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കണം. അല്ലാഹുവേ, ഇങ്ങനെ ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലാണ് ഈ സൂക്തം നമ്മൾ വായിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു സൂറത്ത് ജുമുഅയിലെത്തുമ്പോൾ ഈ പ്രാർത്ഥനയുടെ സാഫല്യം, ഈ ആവശ്യത്തിന് അല്ലാഹു നൽകിയ ഉത്തരത്തെ നമ്മൾ വായിക്കുന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവനാണ് ആ പ്രവാചകനെ നിയോഗിച്ചവൻ അല്ലാഹു. നിരക്ഷരന്മാർക്കിടയിൽ, സംസ്കാരശൂന്യരായ ആ സമൂഹത്തിനിടയിൽ പ്രവാചകനെ നിയോഗിച്ചവൻ അല്ലാഹു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അല്ലാഹുവിന്റെ ആയത്തുകൾ അദ്ദേഹം അവരെ ഓതിക്കേൾപ്പിക്കുന്നു, അതുവഴി അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദവും അതോടൊപ്പം ഹിക്മയും അദ്ദേഹം അവരെ അഭ്യസിപ്പിക്കുന്നു. അപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രവചന സ്വഭാവത്തിലുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനക്ക് അല്ലാഹു നൽകിയ ഉത്തരം, അന്ത്യപ്രവാചകനും വന്നത് ഈ കിതാബും ഹിക്മയും പഠിപ്പിച്ചുകൊണ്ട് ജനതയെ സംസ്കാരത്തിലേക്കും വിമോചനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കാനായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ പ്രവാചകന്മാരുടെ ദൗത്യം വേദത്തോടൊപ്പം ഹിക്മയും പഠിപ്പിക്കലാണെന്ന് ഖുർആൻ പറയുമ്പോൾ മഹാന്മാരായ ചില മുഫസ്സിറുകൾ പറഞ്ഞു, അവിടെ ഹിക്മ എന്ന് പറഞ്ഞാൽ ഈ കിതാബിനെ സാക്ഷാത്കരിക്കേണ്ട മാർഗങ്ങൾ അഥവാ പ്രവാചക ചര്യ, അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥത്തെ എങ്ങനെ സംഭവലോകത്ത് സാക്ഷാത്കരിക്കണം എന്നതിനെ സംബന്ധിച്ച പ്രവാചകന്റെ ശൈലിയിലുള്ള വെളിച്ചം, ആ വെളിച്ചമാണ്, ആ വിജ്ഞാനമാണ്, ആ തത്വജ്ഞാനമാണ്, ആ യുക്തിജ്ഞാനമാണ്, ആ വിവേകമാണ്, ആ സുന്നത്താണ് യഥാർത്ഥത്തിൽ ഹിക്മ. ഇപ്പോൾ ഹിക്മത്തിനെ സംബന്ധിച്ച് നമുക്കൊരു വെളിച്ചം ലഭിച്ചു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ഒരു സംഗതി, വ്യക്തിപരമായ ഒരു മൂല്യം എന്ന നിലയിൽ, മഹത്തായ ഒരു സ്വഭാവം എന്ന നിലയിൽ ഹിക്മത്തിനെ ഖുർആൻ വർണ്ണിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭൗതികമായ അനുഗ്രഹങ്ങളിലൊന്ന് ഈ ഹിക്മയാണ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ത്, സൗഭാഗ്യമെന്ത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊന്നും വരാറില്ല. സമ്പത്താണ് എന്ന് ചിലർ ചിന്തിക്കും, വേറെ ചിലർ സൗന്ദര്യമാണ്, ശാരീരികമായ ഭംഗിയാണ് എന്ന് ചിന്തിക്കും, മറ്റു ചിലർ അധികാരമാണെന്ന് ധരിക്കും, വേറെയും ചിലർ പ്രസിദ്ധിയാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ചിന്തിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഹിക്മയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ്. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് യുഅ്തിൽ ഹിക്മത മൻ യശാഉ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അൽ ബഖറയിൽ 269-ാമത്തെ സൂക്തം. യുഅ്തിൽ ഹിക്മത മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിക്മ നൽകും. എല്ലാവർക്കുമല്ല, മൻ യശാഉ, അത് അല്ലാഹുവിന്റെ വിവേചനാധികാരമാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിക്മത്ത് നൽകും. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ആർക്കാണോ ഹിക്മ നൽകപ്പെട്ടത് അവൻ പെരുത്ത നന്മയുടെ സമ്പാദ്യമാണ് ലഭിച്ചിട്ടുള്ളത്, സമ്പത്താണ് കിട്ടിയിട്ടുള്ളത്. വമൻ യുഅ്തൽ ഹിക്മത
ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ധാരാളമായ നന്മകൾ, ആ നന്മകളുടെ ഒരു സഞ്ചയമാണ് യഥാർത്ഥത്തിൽ അവന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഇത് പരിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്ന ഒരു ശൈലിയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി, അമൂല്യമായ വരദാനമായി ഹിക്മത്തിനെ ഖുർആൻ അവതരിപ്പിക്കുന്നു. ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. സത്യത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം, ഈമാൻ, ആ ഈമാനിനെ പ്രകാശിപ്പിക്കുന്ന അഅമാൽ അഥവാ കർമ്മങ്ങൾ, ഈ വിശ്വാസത്തെയും കർമ്മത്തെയും സ്വീകരിക്കാനുള്ള മനുഷ്യ മനസ്സിന്റെ ശേഷിയാണ്. എത്ര അളവിൽ അതിനെ ആർജിച്ചും സ്വാംശീകരിച്ചും എടുക്കാനുള്ള അതിന്റെ കഴിവാണ്, കപ്പാസിറ്റിയാണ്, അതിന്റെ റേഞ്ചാണ് യഥാർത്ഥത്തിൽ ഹിക്മ എന്ന് പറഞ്ഞാൽ. അത് ചെറിയ ഒരു കാര്യമല്ല. ക്ഷുദ്രമായ വികാരങ്ങൾക്കപ്പുറം, ക്ഷണികമായ മോഹങ്ങൾക്കപ്പുറം, ഈ ദുനിയാവിന്റെ ആയുസ്സിലൊതുങ്ങുന്ന ചിന്തകൾക്കപ്പുറം ജീവിതത്തിന്റെ അർത്ഥങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ, ജീവിതത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള ധാരാളമായി നടത്തുന്ന ബുദ്ധിപരമായിട്ടുള്ള അന്വേഷണങ്ങൾ, പരിശോധനകൾ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ ഉൾക്കാഴ്ച ലഭിക്കൂ എന്ന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമുക്ക് ബോധ്യമാകും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൈമിഷിക ലോകത്തിന്റെ സുഖാനുഭൂതികൾക്കപ്പുറം പോകാൻ കഴിയുന്ന ഒരു ചിന്താശേഷി, അത് കാണാൻ കഴിയുന്ന ഒരു കണ്ണ്, ദൂരക്കാഴ്ചയും ഉൾക്കാഴ്ചയും നൽകി മനുഷ്യനെ അനുഗ്രഹിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഹിക്മത്തിന്റെ അനുഗ്രഹം എന്ന് ഖുർആൻ പറയുന്നു. ജീവിതത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും ഈ കാണുന്ന വർണ്ണശബളമായ ആഘോഷങ്ങൾക്കും ബഹളങ്ങൾക്കും തിരക്കുകൾക്കുമപ്പുറം മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളിലൂടെ അള്ളാഹു ഒരു മനുഷ്യനെ അനുഗ്രഹിക്കും. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അവനാണ് ഏറ്റവും ആഴത്തിലുള്ള അനുഗ്രഹം, അമൂല്യമായ അനുഗ്രഹം ലഭിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നെ അവരുടെ വ്യക്തിപരമായ നിശ്ചയങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളുമെല്ലാം ഹക്കിനോട് ചേർന്ന് വരും എന്ന് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നു. യാഥാർത്ഥ്യത്തോട് ചേർന്ന് വരുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ. ഏറ്റവും പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലുള്ള അഭിപ്രായമോ പോലും യാഥാർത്ഥ്യത്തോടും ഹക്കിനോടും ചേർന്നു വരുന്ന നിലയിലേക്ക് അല്ലാഹു അവരെ ഉയർത്തും. അവരുടെ പ്രാർത്ഥന റബ്ബന അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ, ഞങ്ങളുടെ തമ്പുരാനെ അരിനൽ ഹഖ്ക ഹഖ, ഞങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി നീ കാണിച്ചു തരണം, മിഥ്യയെ മിഥ്യയായി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. അവിടെയാണല്ലോ മനുഷ്യൻ പിഴച്ചു പോകുന്നത്, തെറ്റിപ്പോകുന്നത്. ഈ ബഹളങ്ങൾക്കിടയിൽ ഏതാണ് ശരിയുടെ, ഏറ്റവും ശരിയുടെ വഴി, ആ ശരിയുടെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ ഏറ്റവും കൃത്യമായ ശരിയിലേക്ക് ഖുർആൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ആ യാഥാർത്ഥ്യം ഏത് പ്രശ്നവുമാകാം, വ്യക്തിപരമായ പ്രശ്നമാകാം, കുടുംബ പ്രശ്നമാകാം, സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാകാം, മനുഷ്യരാശിയെ സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധിയാകാം, അവിടെയൊക്കെ അരിനൽ ഹഖ്ക ഹഖൻ വർസുഖ്ന ഇത്തിബാഅ, ആ ഹക്കിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, ആ ഹക്കിനെ പിന്തുടരാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് തരണം. വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ, പടച്ചവനെ ബാത്തിലിനെ മിഥ്യയെ വലുതാക്കി കാണിക്കരുത്, യാഥാർത്ഥ്യങ്ങളില്ലാത്ത, ഉള്ളടക്കമില്ലാത്ത, ഉൾക്കനമില്ലാത്ത ആ സംഗതികളെ വലുതാക്കി ഞങ്ങളെ കാണിക്കരുത് തമ്പുരാനെ. അതിനെ നീ അതായിട്ട് തന്നെ, ബാത്തിലിനെ ബാത്തിലായിട്ട് തന്നെ അവതരിപ്പിച്ചു തരണം എന്നല്ല, വർസുഖ്ന ഇജ്തിനാബ, അതിനെ തള്ളിക്കളയുവാൻ, അതിനെ നിരാകരിക്കുവാനുള്ള ശേഷിയും ഇച്ഛാശക്തിയും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ് അവർ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹിക്മത്തിന്റെ സൗഭാഗ്യം ലഭിക്കുന്നതോടെ അവരുടെ സ്വഭാവങ്ങൾ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പാരമ്യത്തിലെത്തും. അവരായിരിക്കും ഏറ്റവും അനുഗ്രഹീതരായ ആളുകൾ.
അവർ കാറ്റ് വരുമ്പോൾ ആടിക്കളിക്കുന്നവരും ചാഞ്ചാടുന്നവരുമല്ല, കരിയിലകളെപ്പോലെ പറന്നുപോകുന്നവരല്ല, അതിവൈകാരികതയുള്ളവരല്ല, ബുദ്ധിപരമായ പക്വതയുള്ളവർ, ആത്മസംയമനം, ആത്മനിയന്ത്രണം, ഇച്ഛാശക്തിയുള്ള ആളുകൾ, വൈകാരികമായ പക്വതയുള്ള ആളുകൾ. ഇവിടെയൊക്കെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ വൈകാരികമായ പക്വത, ബുദ്ധിപരമായ വിവേകം, പ്രായോഗിക രംഗത്തുള്ള ഉൾക്കാഴ്ച, കുറച്ചും കൂടി അപ്പുറത്ത് കാലത്തെ കാണാനുള്ള കഴിവ്, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇതിനപ്പുറം നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ദൂരക്കാഴ്ചയുള്ള വീക്ഷണം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കും എന്നല്ല. ഹിക്മത്ത് കിട്ടിയാലുള്ള സംസാരം പോലും കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ശേഷി അല്ലാഹു അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഹിക്മത്ത് നൽകപ്പെട്ട ഒരു മനുഷ്യൻ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ്, പ്രതിഭാവിലാസം അല്ലാഹു അദ്ദേഹത്തിന് നൽകും എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു, വശദദ്നാ മുൽക്കഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്. സൂറത്തു സ്വാദിൽ അല്ലാഹു പറയുന്നു, വശദദ്നാ മുൽക്കഹു, അദ്ദേഹത്തിന്റെ ആധിപത്യത്തെ നാം ഭദ്രമാക്കി കൊടുത്തു. വആതൈനാഹുൽ ഹിക്മ, ഹിക്മത്ത് നൽകി. വഫസ്ലൽ ഖിതാബ്, ആ ഹിക്മയുടെ പ്രതിഫലനം എന്ന നിലയിൽ അദ്ദേഹത്തിന് തീർപ്പുകൾ കൽപ്പിക്കാനുള്ള സംസാരശേഷി അല്ലാഹു നൽകി ദാവൂദ് നബിക്കും സുലൈമാൻ അലൈഹിസ്സലാമിനും എന്ന് ഖുർആൻ പറയുന്നു. ഹിക്മത്ത് നൽകപ്പെട്ട മനുഷ്യരുടെ സാന്നിധ്യം, ഹിക്മത്ത് അല്ലാഹുവിന്റെ ഗുണമാണെന്നും അല്ലാഹുവിന്റെ ഒരു നാമം ഹക്കീമാണെന്നും ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ ഗുണങ്ങളെ നിങ്ങൾ അനുകരിക്കൂ, അല്ലാഹുവിന്റെ ഖലീഫയാണ് നിങ്ങൾ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ദൈവികമായ ആ ഗുണങ്ങളെ നിങ്ങൾ അനുകരിക്കൂ. അതിന്റെ പ്രതിനിധാനം, അതിന്റെ ഖിലാഫത്ത്, അത് മനുഷ്യ സമൂഹത്തിന്റെ, മനുഷ്യന്റെ ദൗത്യമാണ്. അല്ലാഹു ഹക്കീമാണെങ്കിൽ നീയും ഹക്കീമായി മാറണം. അല്ലാഹു ഏറ്റവും യുക്തിദീക്ഷയുള്ളവനാണ്, അല്ലാഹു ഏറ്റവും പ്രായോഗിക വിവേകമുള്ളവനാണ്, അല്ലാഹു തത്വജ്ഞാനമുള്ളവനാണ്, അല്ലാഹു അഭിജ്ഞനാണ്, അല്ലാഹു അജ്ഞതയുള്ളവനല്ല. അല്ലാഹു ഹക്കീമാണെങ്കിൽ ആ ഹക്കീമാകുന്ന അല്ലാഹുവിന്റെ ഹിക്മത്തിന്റെ ഖിലാഫത്ത്, അതിന്റെ പ്രതിനിധാനം, അതും മനുഷ്യനാവശ്യമാണ്. നമ്മുടെ സമൂഹത്തിന്റെ, നമ്മൾ പലപ്പോഴും ബേജാറാകാറുണ്ടോ, വേണ്ടത്ര ഡോക്ടർമാരുണ്ടോ, വേണ്ടത്ര എഞ്ചിനീയർമാരുണ്ടോ, സയന്റിസ്റ്റുകളുണ്ടോ എന്നൊക്കെ. പരിശുദ്ധ ഖുർആനെ അനുസന്ധാനം ചെയ്യുന്ന ഒരാൾ ബേജാറാവേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഹക്കീമുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഓരോ വീട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമൂഹികമായ സംഘർഷങ്ങൾ, സംഘടിതമായ മുന്നേറ്റങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അതിനെക്കുറിച്ചൊക്കെ ദൂരക്കാഴ്ച നൽകുവാൻ, ഉൾക്കാഴ്ച നൽകുവാൻ, തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയുന്ന സുലൈമാന്മാരും ദാവൂദുമാരും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. യുഅ്തിൽ ഹിക്മത മയ്യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ ആ ഹിക്മത്ത് നൽകുക. ഈ ഹക്കീമമാരുടെ ദൗർലഭ്യമാണ് ഒരുപക്ഷെ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ നൈതികമായ ഒരു പ്രതിസന്ധി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നാട്ടിൽ, ഒരു മഹല്ലിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ആളുകൾ ഇന്നില്ല, ഹിക്മത്തുള്ള ആളുകളില്ല. പണ്ടുകാലത്ത് ഇത്രയും വിദ്യാഭ്യാസപരമായി മുന്നേറ്റമുണ്ടായിരുന്നില്ല, സാങ്കേതികമായും ശാസ്ത്രീയമായും നമ്മുടെ സമൂഹം വളർന്നിരുന്നില്ല. പക്ഷേ നാട്ടുകാരണവന്മാർ സുലഭമായിട്ടുണ്ടായിരുന്നു. അവരുടെ കാര്യത്തിൽ സുലൈമാൻ നബി വിധി പറഞ്ഞ പോലെ പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ദർബാറിൽ ഒരു കേസ് വന്നു. ഒരു കർഷകൻ പരാതിയുമായി വന്നതാണ്, പ്രതിയുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ വിളവെടുക്കാറായ സമയത്ത് ഇദ്ദേഹത്തിന്റെ ആടുകൾ വന്നിട്ടത് നശിപ്പിച്ചു കളഞ്ഞു, എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ദാവൂദ് അലൈഹി ഇസ്ലാം പ്രതിയോട് ചോദിച്ചു, ഇയാൾ പറഞ്ഞത് ശരിയാണോ? ശരിയാണോ? നിങ്ങളുടെ കാർഷിക നഷ്ടം എത്ര വരും? അദ്ദേഹം ഒരു തുക പറഞ്ഞു. ഈ ആട്ടുടമയോട് ചോദിച്ചു, എത്ര വിലക്കുണ്ട് നിങ്ങളുടെ ഈ ആടിന്റെ സമ്പത്ത്? ഏതാണ്ട് രണ്ടും ഒരുപോലെയാണ്. മഹാനായ ദാവൂദ് അലൈഹി ഇസ്ലാം പറഞ്ഞു, എങ്കിൽ
നിങ്ങൾ ഈ ആടിനെ ഇദ്ദേഹത്തിന് കൊടുക്കുക, നഷ്ടപരിഹാര തുകയായിട്ട് കൊടുത്ത് ആ പ്രശ്നം തീർപ്പാക്കുക. ഇത് കേട്ട് സുലൈമാൻ നബി സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ചെറുപ്പമാണ്. സുലൈമാൻ അലൈഹി സ്വലാം പറഞ്ഞു, ഉപ്പ എനിക്കതിൽ മറ്റൊരു അഭിപ്രായമുണ്ട്. എന്നിട്ട് സുലൈമാൻ നബി ഒരു തീർപ്പ് പറഞ്ഞു. സുലൈമാൻ അലൈഹി സ്വലാം പറഞ്ഞത്, ഇദ്ദേഹം ഈ ആടുകളെ തൽക്കാലം ഈ നഷ്ടം വന്ന കർഷകന് കൈമാറുക. ആ ആടിന്റെ പാലും രോമവും അതിന്റെ ഗുണങ്ങളും എല്ലാം ഇദ്ദേഹം അനുഭവിക്കുക. ആടിനെ അദ്ദേഹം പരിപാലിക്കുകയും ചെയ്യുക. അതേസമയം ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ ആട്ടുടമയോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥലം തൽക്കാലം നിങ്ങൾ ഏറ്റെടുക്കുക. അവിടെ നിങ്ങൾ കൃഷി നടത്തുക. ഭംഗിയായി കൃഷി നടത്തിയത് വിളവ് എടുക്കാറാകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തിരിച്ചു നൽകി നിങ്ങളുടെ ആടിനെ തിരികെ വാങ്ങിപ്പോവുക. അവർ പറഞ്ഞു, ഇതാണ് നല്ല വിധി. ദാവൂദ് അലൈഹി സ്വലാം പറഞ്ഞു, ഇത് തന്നെ ഏറ്റവും ഉചിതമായ വിധി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പ്രശംസിച്ചു പറഞ്ഞു, ഇതാണ് ഹിക്മത്ത്. യുഅ്തിൽ ഹിക്മത മൻ യശാഉ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആ ഹിക്മത്ത് കിട്ടിയവൻ ഏറ്റവും പെരുത്ത സമ്പത്ത് ലഭിച്ചവനാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഹിക്മത്തിന്റെയും ഹക്കീമുകളുടെയും ദൗർലഭ്യത്തെ സംബന്ധിച്ചാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹിക്മത്തിനെ പരിശുദ്ധ ഖുർആൻ വലിയൊരു മൂല്യമായി, ഗുണമായി എടുത്തു പറയുന്നു. ഈ ഹിക്മത്ത് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ്. ഖുർആൻ ഈ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, പ്രബോധനപാതയിലെ സുപ്രധാനമായ ആയുധമാണ് ഹിക്മത്ത് എന്നാണ്. അതിവൈകാരികതയല്ല, പ്രതികാര മനസ്സല്ല. പ്രബോധനത്തിന്റെ പാതയിൽ ഈ ഹിക്മത്തിന്റെ വെളിച്ചം നിങ്ങൾക്കുണ്ടാകണം. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. ഖുർആൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് വിളിക്കണം, ഹിക്മത്തോടുകൂടി വിളിക്കണം, യുക്തദീക്ഷയോടുകൂടി വിവേകത്തോടുകൂടി ജനസമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദൗത്യവും നിയോഗവും എന്ന് പറയുന്നത്. ഇസ്ലാമിനെ പ്രകാശിപ്പിക്കുന്നിടത്തും ഇസ്ലാമിനെ സമർപ്പിക്കുന്നിടത്തും ഈ ഹിക്മത്തിന്റെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ എത്രയോ സംഭവങ്ങളുണ്ട്. ഹുദൈബിയ സന്ധി വിശദീകരിക്കാൻ സന്ദർഭമില്ല, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിക സമാജത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോലും ഖിന്നനായി ഖേദിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ സദസ്സിൽ ഇരുന്നത്. കാരണം അവരുടെ ആവശ്യങ്ങളൊന്നും ഖുറൈശികൾ അംഗീകരിച്ചില്ല. എന്നല്ല, ബലിമൃഗങ്ങളുമായി ഉംറ ചെയ്യാൻ വേണ്ടി വന്ന പ്രവാചകനെയും അനുചരന്മാരെയും 1400 പേര് വരുന്ന സംഘത്തെ അവർ നിരാശരാക്കി മടക്കി അയക്കുകയാണ്. അവരുടെ എല്ലാ വ്യവസ്ഥകളും പ്രവാചകൻ അംഗീകരിക്കുകയാണ്. എന്തുമാത്രം വലിയ വ്യവസ്ഥകളാണ് അവർ വെച്ചത്. ഖുറൈശികൾ പറഞ്ഞു, നിങ്ങളിൽ നിന്നാരെങ്കിലും മദീനത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ തിരിച്ചയക്കുകയില്ല. അതേസമയം മക്കത്ത് നിന്ന് മദീനത്തേക്ക് ആരെങ്കിലും നിങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് ആരെങ്കിലും വന്നാൽ അവരെ മടക്കി അയക്കണം. ഏകപക്ഷീയമായ കരാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും സമ്മതിച്ച് ഒപ്പുവെക്കുകയാണ്. ഉമർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൽ വന്നതിന് ശേഷം റിസാലത്തിനെ സംബന്ധിച്ച് എനിക്കൊരു സംശയമുണ്ടായിരുന്നില്ല. പക്ഷെ ആ സന്ദർഭത്തിൽ എന്റെ മനസ്സിനൊരു ഇളക്കം വന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരുപാട് അതിനെക്കുറിച്ച് ഖേദിക്കുകയും സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ സ്വതക്കുകളിലൂടെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ ആ ഏകപക്ഷീയമായ വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കുകയാണ്. പ്രവാചകൻ അള്ളാഹു ഹിക്മത്ത് നൽകിയിരുന്നു. വരാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ച് പ്രവാചകന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വ്യവസ്ഥകൾ ചിലവർ വന്ന് ചോദിച്ചു റസൂലിനോട്, എന്ത് വ്യവസ്ഥയാണ് പ്രവാചകരെ ഇത്? നമ്മളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ, മദീനത്ത് നിന്ന് ആരെങ്കിലും വന്നാൽ ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ നമുക്ക് അംഗീകരിക്കാൻ? റസൂലുള്ള ഉടനെ ചോദിച്ചു, നമ്മളിൽ നിന്നൊരാൾ അങ്ങോട്ട് പോയാൽ, ശത്രു വിഭാഗത്തിലേക്ക് പോയാൽ, അങ്ങനെ ചാടിപ്പോകുന്നതിനെ കൊണ്ട് നമുക്കെന്താ കാര്യം? അവൻ പോട്ടെ, അവനിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി എന്നാണ് അർത്ഥം. ഇനി അവരിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കണം എന്നാണല്ലോ വ്യവസ്ഥ. തിരിച്ചയക്കാം, മുഅ്മിനായിട്ടാണല്ലോ ആ മനുഷ്യൻ പോകുന്നത്, അവന്റെ കാര്യം അള്ളാഹ് നോക്കിക്കോളും. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ. കരാർ ഒപ്പിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ അബൂ ബസീർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം മദീനത്തെത്തി.
ഉടനെ ഖുറൈശികളുടെ പ്രതിനിധികൾ വന്നു. കരാർ വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തെ അബൂ ബസീറിനെ തിരിച്ചയക്കണം. റസൂലുള്ള തിരിച്ചയച്ചു, കരാർ പാലിച്ചു. തിരിച്ചു പോകുന്നത് വഴി ആ സംഘത്തിൽ സംഘർഷമുണ്ടാക്കി ഈ അബൂ ബസീർ അവരിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. പ്രവാചകന്റെ മുമ്പിൽ പിന്നെ പ്രശ്നം ഉന്നയിക്കാൻ സാധ്യമല്ല. പോകുന്ന വഴിക്ക് അദ്ദേഹം അവരിൽ നിന്ന് ചാടിപ്പോയി. അദ്ദേഹം ഒരു കടൽ തീരത്തെത്തി. അദ്ദേഹം അവിടെ കുറച്ച് കൂട്ടുകാരെ സംഘടിപ്പിച്ചു. മക്കയിൽ പീഡനം അനുഭവിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ താവളത്തിൽ വന്നു ചേർന്നു. അവർ താമസിയാതെ ഒരു സംഘശക്തിയായി മാറി. മക്കയിൽ നിന്ന് ഖുറൈശികൾ സിറിയയിലേക്ക് പോകുന്ന വഴിയിൽ അവർ ഈ സംഘങ്ങളെ ആക്രമിക്കുകയും അങ്ങനെ അവരൊരു ശക്തിയായി മാറുകയും മക്കയിൽ നിന്ന് മോചനം നേടി വരുന്നവർക്ക് മദീനത്തേക്ക് കരാർ പ്രകാരം പ്രവേശിക്കാൻ പാടില്ലാത്തവർക്കൊരു ഇടത്താവളമായി ഈ സ്ഥലം മാറുകയും. ഞാൻ ആ സംഭവത്തെ സൂചിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ ഒരു മനുഷ്യന് വഴി കാണിച്ചു കൊടുത്തോളും, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതിന്റെ പുലർച്ചെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. 2 കൊല്ലത്തിനകം ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന പരാജയമെന്ന് തോന്നിച്ച ഈ സന്ധി ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന, വ്യക്തമായ വിജയം, അതാണ് മക്കം ഫതഹിലേക്ക് നയിച്ചത് എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഹിക്മത്തിനെ സംബന്ധിച്ചാണ്. പ്രബോധനത്തിന്റെ പാതയിൽ സുപ്രധാനമായ ആയുധമാണ് ഹിക്മത്ത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. നാളത്തെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭാവിയെ മുമ്പിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളുടെ ഉള്ളും പുറവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൾക്കാഴ്ചയോടെ ദൂരക്കാഴ്ചയോടുകൂടി തീരുമാനങ്ങളും നിലപാടുകളും എടുക്കാനുള്ള കഴിവ്, ഇതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഏറ്റവും യുക്തിപൂർവമായി ഇപ്പോൾ അവരെ പ്രകോപിപ്പിക്കുകയാണോ വേണ്ടത്? ബാബരി മസ്ജിദ് തകർന്നപ്പോൾ നിങ്ങളുടെ കാറ്റുപോയി എന്ന് ഫാഷിസ്റ്റുകളുടെ പ്രചരണം. പള്ളി തകർന്നില്ലേ? പോയി. അത് ശത്രുക്കളുടെ ഒരു ആക്രമണത്തിന്റെ മാർഗമാണ്, പ്രകോപിപ്പിക്കലാണ്. ഇപ്പോഴും പ്രകോപിപ്പിക്കൽ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രകോപനമുണ്ടാക്കിയിട്ട് വേണം അതിൽ നിന്ന് ലാഭമുണ്ടാക്കുവാൻ. അവിടെ അനസ് ബിൻ നദറിനെ പോലെ കൈകാര്യം ചെയ്യുവാൻ ഹിക്മത്ത് നഷ്ടപ്പെടുന്ന സമുദായത്തിന് പലപ്പോഴും സാധിക്കാതെ പോകാറുണ്ട്. അനസ് ബിൻ നദറിന്റെ മുമ്പിൽ നോക്കുമ്പോൾ സഹാബത്ത് യുദ്ധരംഗത്ത് മടിച്ച് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. എന്തേ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു? അദ്ദേഹത്തിന്റെ ചോദ്യം, അള്ളാന്റെ റസൂൽ വഫാത്തായി എന്നാ പറയുന്നത്, പിന്നെ നമ്മൾ അള്ളാന്റെ റസൂൽ വഫാത്തായതിൽ തകർന്നിരിക്കുകയാണ് ഉമർ അടക്കമുള്ള സഹാബത്ത്. ഉടനെ അനസിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെങ്കിൽ പിന്നെന്തിനാണ് കൂട്ടരെ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് പൊരുതുക. അനസ് ബിൻ നദർ ശത്രുമധ്യത്തിലേക്ക് കുതിച്ചു ചാടുകയാണ്. അങ്ങനെ ഒരു സമൂഹം വീണ്ടും ആവേശത്തോടുകൂടി യുദ്ധം ചെയ്ത് വിജയിച്ച കഥ, ഉഹദിന്റെ പാഠം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെങ്കിൽ പിന്നെന്തിനാണ് ജീവിക്കുന്നത് എന്ന യുക്തി, എന്ന ഹിക്മത്ത്, എന്ന ബോധം ആ സമയത്ത് സമുദായത്തിൽ ഉണ്ടാവുക എന്നതാണ്. അതിവൈകാരികതയിൽ ഇതൊന്നും ഉണ്ടാവുകയില്ല. അതിവൈകാരികതയല്ല, യുക്തിദീക്ഷയാണ്, വിവേകമാണ്, വിവേകപൂർണമായ നിലപാടുകളാണ്, ഹിക്മത്താണ് ഈ സമൂഹത്തിന് ആവശ്യം. ആ അർത്ഥത്തിൽ നജ്ജാശിയുടെ കൊട്ടാരത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അവസരം കിട്ടിയപ്പോൾ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു, അവസാനം നജ്ജാശി പറയും, ക്രിസ്ത്യാനിയാണ് നജ്ജാശി, എങ്കിൽ നിങ്ങളുടെ ഈ കിതാബിൽ നിന്ന് കുറച്ച് ഓതിത്തരോ, കേൾക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് അവതരിച്ചു കിട്ടിയ ആ വേദത്തിൽ നിന്ന്. നജ്ജാശി ക്രിസ്ത്യാനിയായതുകൊണ്ട് ജഅഫർ റളിയല്ലാഹു തആല അൻഹു സൂറത്ത് മറിയം തിരഞ്ഞെടുത്തു. എന്നിട്ട് അദ്ദേഹം സൂറത്ത് മറിയം പാരായണം ചെയ്യാൻ തുടങ്ങി. മഹാനായ നജ്ജാശിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ഈ പറയുന്ന വേദം, നിങ്ങൾ ഈ പറയുന്ന പ്രവാചകൻ, ഇതെല്ലാം ഒരേ വിളക്കുമാടത്തിൽ നിന്ന്, മിൻ മിഷ്കാത്തിൻ വാഹിദ, ഒരൊറ്റ വിളക്കുമാടത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ട പ്രകാശധാരകളാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ നജ്ജാശിയുടെ മുമ്പിൽ വിശുദ്ധ മറിയമിനെ സംബന്ധിച്ചുള്ള ഈ ഭാഗമാണ് പാരായണം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിടത്ത് ഈ ഹിക്മത്തിന്റെ വെളിച്ചമുണ്ട് എന്ന കാര്യമാണ്. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. ചില ആളുകൾ ഇസ്ലാമിനോടുള്ള അന്ധമായ സ്നേഹം കൊണ്ട് ചില സുഹൃത്തുക്കൾ അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തന്നെ പറയണം, ഇവിടെ ഇങ്ങനെ പറയാതെ അങ്ങനെ പറഞ്ഞാൽ, കുറച്ചും കൂടി ഹിക്മത്തോടുകൂടി പറഞ്ഞാൽ അതിനേക്കാൾ 100 ഇരട്ടി ഇസ്ലാമിക ദഅവത്തിന് ഫലം കിട്ടുമെങ്കിൽ അവിടെ ആ ഹിക്മത്തിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. പ്രിയമുള്ളവരെ, ആ അർത്ഥത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയുവാനും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശനത്തിനും സമർപ്പണത്തിനും
എന്തെന്ത് ഗുണങ്ങൾ ആവശ്യമുണ്ടോ ആ ക്വാളിറ്റീസ് ഒക്കെ നേടിയെടുക്കുവാനുള്ള തൗഫീക്ക് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.